ദൈവനാമം മഹത്വപ്പെടട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിന് 4 വാക്യമാണ്. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്നു, ഒരു ചുരച്ചെടിയുടെ തണലിൽ ഇരുന്നു. എന്നിട്ട് എന്താ ആഗ്രഹിച്ചത്? മരിപ്പാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാശയം മറ്റൊന്നല്ല, പ്രതിസന്ധികളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന വഴികളുടെ അപജയം. പ്രതിസന്ധികളില്ലാത്ത ആരെങ്കിലും ഈ സന്ധിയിൽ ഇവിടെ ഉണ്ടോ? നല്ല സുന്ദരക്കുട്ടന്മാരും സുന്ദരിക്കുട്ടിമാരും നല്ല പല ഈ ബട്ടർഫ്ലൈസിൻ്റെ കൂട്ടാണ്, മനോഹരമായിട്ട് ചിറകടിച്ച് പറക്കാൻ തക്കതിൽ അതൊക്കെ. അവരോടൊന്ന് ചോദിച്ച് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇന്ന് അവധിയായിരുന്നില്ലേ? നാളെ കൂടെ അവധി കിട്ടുമെന്നൊരു കണക്കൂട്ടില്ല അവരിരുന്നത്. പക്ഷെ തെറ്റിപ്പോയി. നാളെ ക്ലാസ് ഉണ്ടോ? അവധിയൊന്നും പ്രഖ്യാപിച്ചില്ലല്ലോ. ഇല്ല. അപ്പോഴേ അവധി ഇല്ലാത്തതിൻ്റെ സങ്കടമുണ്ട് അവർക്ക്. അതേയുള്ളവരെ സംബന്ധിച്ച് ഒരു ദിവസം കൂടെ കറങ്ങി അടിച്ചൊക്കെ നടക്കാമെന്ന് കരുതിയതാണ്. ഇനി ഒറ്റ പ്രാർത്ഥനയെ നമുക്കുള്ളൂ, വെള്ളം പൊങ്ങണം ഇല്ലേ? 4 ദിവസം കൂടെ അടുപ്പിച്ച് പെയ്താൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ജില്ലയിൽ പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കും ഒരു സാധ്യതയാണ്. അപ്പോൾ പ്രതിസന്ധികൾ ഈ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വിഷയങ്ങളാണ്. കുറച്ചുകൂടെ പുറകോട്ട് നോക്കി, പഠനം കഴിഞ്ഞു, തൊഴിലില്ല. പഠനവും കണ്ടു, തൊഴിലും കണ്ടു, ഒരു പങ്കാളിയെ തിരഞ്ഞു നോക്കിയിട്ട് കിട്ടുന്നില്ല. കല്യാണം സ്വപ്നം കണ്ടു, സന്താന ഭാഗ്യമാവുന്നില്ല. കുറച്ചുകൂടെ പ്രായമായി, എല്ലാം ഒന്ന് സെറ്റിലായെന്ന് കരുതിയതാ. അപ്പോൾ അതാണ്ട് പ്രശ്നം, ആരോഗ്യം വല്ലാണ്ട് തകിടം മറിയുന്നത് പോലെ തോന്നുന്നു. എന്തെല്ലാം പ്രതിസന്ധികളാണ്. ആനയ്ക്ക് തടിഭാരം, എറുമ്പിന് അരിഭാരം, വ്യത്യാസമേ ഉള്ളൂ. എല്ലാവർക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സന്ധിയിലെ എൻ്റെ ഫോക്കസും ശ്രദ്ധയും മുഴുവൻ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന മാനുഷിക വഴികളുടെ അപജയം, മറുവശത്ത് ദൈവം കാട്ടിത്തരുന്ന പ്രതിസന്ധികളിലെ വഴികളുടെ വലിയ വിജയം, തമ്പുരാൻ കാട്ടിത്തരുന്ന പ്രതിസന്ധികളിലെ വഴികളിലെ വിജയം. അപ്പം ഇത് രണ്ടും കൂടിയാണ്. ഇത് ചേർത്ത് വയ്ക്കുകയാണ്. മനുഷ്യൻ്റെ വഴികളിലെ മനുഷ്യൻ സഞ്ചരിക്കുന്ന പ്രതിസന്ധികളെ നേരിടുവാൻ അവലംബിക്കുന്ന മാനുഷിക വഴികളുടെ അപജയവും ദൈവം കാട്ടിത്തരുന്ന വഴികളുടെ വിജയവും. ഇത് പരിശുദ്ധ എലിയാ മധ്യസ്ഥയിൽ പ്രയോഗിച്ചുകൊണ്ട് എലിയാ പ്രവാചകന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ട് കണ്ടെത്തുവാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. ലോകം വല്ലാത്ത പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോവുക. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ പ്രതിസന്ധി കോവിഡൊക്കെ ആയിരുന്നു അല്ലേ? കോവിഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കോവിഡ് മറന്നു. ആളുകൾക്ക് ഇപ്പോൾ ആ വിഷയം അങ്ങനെ ഒരു സംഭവമേ നടന്നതുപോലും ഓർമ്മയില്ല ഇല്ലേ? എല്ലാം അടച്ചുപൂട്ടി ഓരോ രാത്രിയിലും പേടി സ്വപ്നമായിട്ടിരുന്ന വിഷയമാണ്. ഇപ്പം ഇതൊന്നും ഓർമ്മയില്ല, ഇങ്ങനൊന്നും നടന്നിട്ടുണ്ടോ എന്ന് പോലും. മനുഷ്യൻ്റെ അഹന്തയും ധാർഷ്ട്യവും ഒക്കെ വല്ലാണ്ട് വളർന്നില്ലേ? ഈ കേരളം മുഴുവൻ വല്ലാണ്ട് വിറങ്ങലിച്ച ദിവസമായിരുന്നു 2-3 ദിവസം. എന്താ സംഭവം? നമ്മുടെ തലസ്ഥാന നഗരിയിൽ മാലിന്യ കുമ്പാരങ്ങൾക്കിടയിൽ താണുപോയൊരു മനുഷ്യൻ, അവന് സ്വയം രക്ഷപ്പെടാൻ നിവൃത്തിയില്ല, മറ്റുള്ളവർക്ക് രക്ഷിക്കാനും കഴിയാത്ത ഒരു ദുസ്ഥിതിയിലൂടെ ചീഞ്ഞളിഞ്ഞ അവസ്ഥയിൽ മൃതശരീരമെടുത്തെന്ന് ഇന്നലെ സംസ്കരിച്ച സംഭവം നാം പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു. അതെ, ഇന്ന് മനുഷ്യൻ്റെ അവസ്ഥയെല്ലാം ഇത് തന്നെയാണ്. വല്ലാത്ത മാലിന്യ കുമ്പാരങ്ങളിൽ പതിച്ചിരിക്കുക. എന്ത് മാലിന്യ കുമ്പാരമാണ്? പാപത്തിൻ്റെ മാലിന്യ കുമ്പാരത്തിൽ പതിച്ചിരിക്കുന്ന അനേക മനുഷ്യരെ നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പെരുന്നാൾ പ്രസക്തമാകുന്നത്. ഈ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് ചത്ത മനുഷ്യനെ ജോയിയെ എടുത്തതുപോലെയല്ല, ജീവനോടെ നമ്മെ രക്ഷിക്കുവാൻ വിണ്ണുവിട്ടിറങ്ങി വന്നു. അവിടെ വാസ്തവത്തിൽ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിട്ട് ആ ഒറ്റ മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ പാപത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡം ചുമന്നുകൊണ്ട് അതിലേക്ക് നിപതിച്ചു പോയ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ വീണ്ടുവിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിനെ ഓർപ്പിക്കുന്ന ദിനങ്ങളാണ് ഈ പെരുന്നാളിൻ്റെ ദിനങ്ങൾ. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടെടുക്കുന്ന ദിനങ്ങളാണ് ഈ പെരുന്നാളിൻ്റെ ദിനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി ഒരുങ്ങുന്ന നാന്തി കുറിച്ചുകൊണ്ടാണ് ഈ കൺവെൻഷൻ യോഗങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഈ പാപത്തിൻ്റെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊന്ന് പൊങ്ങി വരുവാൻ, എഴുന്നേൽക്കുവാൻ, അതിനെന്താ വഴി? ഇത് കണ്ടെത്താൻ സാധിക്കണം. എല്ലായിടവും വിഷയങ്ങളും പ്രതിസന്ധികളാണ്. ഞാനും നിങ്ങളുമൊക്കെ അതിജീവിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ വ്യത്യസ്ത പ്രതിസന്ധികളുണ്ട്.
ഒരുപക്ഷെ സംസ്ഥാനത്തേക്കോ രാജ്യത്തേക്കോ നോക്കുമ്പോൾ അവിടെയും പ്രതിസന്ധികൾ വർദ്ധിതവും കലുഷിതവുമായി കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അന്തർദേശീയ തലങ്ങളിൽ പരിശോധിച്ചാൽ, ഞാൻ അച്ഛനെ ഉറപ്പിച്ചതുപോലെ അമേരിക്കയിലുണ്ട്. അമേരിക്കയിലെ സെക്യൂരിറ്റി സംവിധാനമൊക്കെ വളരെ ഷാർപ്പാണ് വാസ്തവത്തിൽ. അവിടെയൊക്കെ ഒന്നും അങ്ങനെ സംഭവിക്കുവാനിടയില്ല. കെന്നഡി മരിച്ചുപോയത് വെടിയേറ്റാണെന്നൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും അതിനുശേഷം ഒരു ചെറിയ പഴുതുപോലും ഉണ്ടെങ്കിൽ അടച്ച കൃത്യമായി നിർവഹിക്കപ്പെടുക. അവിടെയാണ് മുൻ പ്രസിഡൻ്റായിരുന്ന, ഇനിയും നവംബറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞ മനുഷ്യൻ്റെ വിജയമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ തല നേർക്ക് വെടിയുണ്ട ഏറ്റ് ചെവിയിൽ നിന്ന് ചീറ്റുന്ന രക്തവും കൊണ്ട് ആ മനുഷ്യനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന കാഴ്ച നാം കണ്ടത്. എത്ര, ഒരുപക്ഷെ ഭാരതത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10 മടങ്ങല്ല 100 മടങ്ങ് ഇരട്ടി സുരക്ഷ സംവിധാനമുള്ള ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവം. അപ്പം എവിടെയും സുരക്ഷിതമില്ലാത്തൊരു ലോകം, പ്രതിസന്ധികൾ വർദ്ധിതമായി കൊണ്ടിരിക്കുന്ന ലോകം. ഞാനും നിങ്ങളുമൊക്കെ അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. റഷ്യയും ഉക്രൈനും ഒക്കെ ഇപ്പം വാർത്താമാധ്യമങ്ങളിൽ വിഷയമല്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ളത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവക്കകത്തേക്ക് നോക്കിയ മണിപ്പൂര് ഇന്നും പച്ച ജീവനത്തെ, മനുഷ്യനെ കൊല്ലുന്ന രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലായിടവും വിഷയങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഇവിടെ ശാന്തമായി ഈ സന്ധിയിൽ പ്രതിസന്ധികളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന വഴികളുടെ അപജയവും ദൈവം കാട്ടിത്തരുന്ന വഴികളുടെ വിജയവും കണ്ടെത്തുവാനുള്ള എളിയ ശ്രമമാണ് ഈ വേദഭാഗത്തിൻ്റെ പിൻബലത്തോടുകൂടി ഞാൻ ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. മനുഷ്യൻ കണ്ടെത്തുന്ന വഴികൾ എന്തൊക്കെയാണ് നമുക്കറിയാം. വേദപുസ്തകം പഠിക്കുമ്പോഴും ഒക്കെ വ്യത്യസ്ത നിലങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം വായിക്കുമ്പോൾ ദാവീദ് നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് മനോഹരമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. അവിടെ 5, 6, 7 വാക്യത്തിൽ ദാവീദ് പ്രതിസന്ധിയുടെ നടുവിൽ വല്ലാണ്ട് നട്ടം തിരിയുമ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു, സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർക്കുമായിരുന്നു. ഒളിച്ചോടാൻ ശ്രമിക്കുന്നൊരു മനുഷ്യൻ. എന്തിനാ ദാവീദിനെ പഴി പറയുന്നത്? ഇല്ലേ, നമ്മൾ പലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇല്ലേ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? പലരുടെയൊക്കെ മനസ്സിൽ വല്ലാണ്ട് പൊന്തി വരുന്നൊരു ചിന്തയായത്. പലരുടെയൊക്കെ മനസ്സിൽ പൊന്തി വരാൻ സാധ്യതയുള്ളൊരു മന്തിയാണ്. എന്തിനാ ഈ ദേശത്ത്, എന്തിനാ ഈ കുടുംബത്തിൽ, എന്തിനാ ഈ ഇടവകയിൽ? ഇല്ലേ, വല്ല വടക്കൻ മലബാറിലൊക്കെ പണ്ടൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരുന്നില്ലേ, വടക്കൻ മലബാറിലൊക്കെ അവിടെ പോയി പാർക്കാമായിരുന്നു സ്വസ്ഥമായി. ഒളിച്ചോട്ടം ജീവിതത്തിന് പ്രശ്ന പരിഹാരമാണോ? ഒരിക്കലും ഒളിച്ചോട്ടം പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. മനുഷ്യൻ കണ്ടെത്തുന്ന വഴികളാണ് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. പണ്ടൊക്കെ സ്ഥിരം പത്രത്തിലും അല്ല മാധ്യമങ്ങളിലൊക്കെ വരുന്ന, കുഞ്ഞേ അമ്മ വെള്ളം പോലും കുടിക്കാതെ കാത്തിരിക്കുക, നീ മടങ്ങി വരണം. 10ാം ക്ലാസ്സിൽ തോറ്റതിനോ, ഇഷ്ടപ്പെട്ട കൊച്ചനെ പ്രേമിച്ചിട്ട് കെട്ടാൻ കഴിയാത്തതിനോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി വിട്ടിറങ്ങിപ്പോവുക, വീട് വിട്ടിറങ്ങിപ്പോവുകയാണ്. അപ്പോൾ വീട് വിട്ടിറങ്ങിപ്പോകുന്നത് കൊണ്ടോ, മാതാപിതാക്കൾ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടോ, നീ ജീവിക്കുന്ന ചുറ്റുപാടിന് അകന്നു പോകുന്നതുകൊണ്ടൊന്നും നിന്റെ പ്രശ്നം തീരുന്നില്ല. ആ പ്രശ്നം ഒരിക്കലും അവസാനിക്കുന്നില്ല. ചിന്മയാനന്ദജി എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകൻ, വലിയ ഫിലോസഫറായിട്ട് കാണുന്ന ഒരാൾ, അദ്ദേഹം പറയുന്നുണ്ട്, നീ പ്രശ്നത്തെ പരിഹരിക്കാതെ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാൻ പ്രശ്നത്തെ വിട്ട് ഓടിയൊളിക്കാൻ ശ്രമിച്ചാൽ പ്രശ്നം നിന്റെ പിന്നാലെ, നിന്നേക്കാൾ മുമ്പിൽ വരും, വീണ്ടും നിന്നെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് പ്രശ്നത്തിന് ഒളിച്ചോട്ടം ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരമല്ല. പിന്നെന്താ പ്രശ്നത്തിന് പരിഹാരം? വീണ്ടും നാം ജീവിതത്തിൽ പ്രത്യേകിച്ച് അവലംബിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആത്മഹത്യ ഇപ്പം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ മതി. കാരണം നമ്മുടെയൊക്കെ കൊച്ചിലെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ വയസ്സ് 60 കഴിഞ്ഞ് 61 പ്രവേശിച്ചിരിക്കുക. എൻ്റെയൊക്കെ കൊച്ചിലെ അപ്പൻ വന്ന് എന്തെങ്കിലും ഒരു വിഷയം അടിക്കാൻ പിടിച്ചാൽ ആദ്യം പറയുന്നത് എന്താണെന്നറിയാം? എടാ കൈകെട്ടി നിൽക്കാൻ പറയില്ലേ. ആ കൈകെട്ടി നിന്നാൽ ചൂരലുകൊണ്ട് തൊടയിലെ തൊലി ഇളകിയാൽ പോലും കൈകെട്ട് അഴിക്കുകയില്ല. ഇപ്പോഴത്തെ പിള്ളേരോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചൂരൽ നമ്മുടെ തലമുണ്ടയ്ക്ക് വീഴാതിരിക്കരുത്, എടുക്കാതിരിക്കുന്ന ഉചിതം. എടുക്കാൻ പള്ളിക്കൂടത്തിൽ പോലും അനുവാദമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ വിധത്തിൽ പോലുമുള്ള ഒരു വാക്ക് മുറിവേറ്റ് കഴിഞ്ഞ വിഷയമാണ്. ഞങ്ങൾക്ക് വേറെ സ്നേഹവും വേറെ ബഹുമാനവും ആദരവും ഉള്ളൊരു കുടുംബം, ഒരു ഉന്നത കുടുംബം. എല്ലാവരും വല്യപ്പൻ കാലം തൊട്ട് എൻജിനീയേഴ്സും ഒക്കെയാണ് വാസ്തവത്തിൽ.
ആ കൊച്ചും ആർക്കിടെക്റ്റിന് പഠിച്ചുകൊണ്ടിരിക്കുക. അവധിക്കാലത്ത് പ്രോജക്റ്റ് ചെയ്യാൻ അപ്പനോടൊപ്പം വലിയൊരു എഞ്ചിനീയറിംഗ് ഫോമില്ല, ജോലിക്കാരെല്ലാം ഉണ്ട്. അവളെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു പ്രോജക്റ്റ് മോക്ക് കൊടുത്തു. എടി ഇതൊരു പ്രോജക്റ്റാണ്, നീ 3 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് തരണം. എവള് മൊബൈലും എടുത്ത് തോണ്ടിത്തോണ്ടിയിരുന്നു. അപ്പനൊരു ദിവസം ദേഷ്യം വന്നു. 3-ാം ദിവസം കഴിഞ്ഞ് ഈ പ്രോജക്റ്റ് ഒന്നും ആവുന്നില്ല. അവിടെ സ്റ്റാഫ് ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാ. അവരുടെ മുമ്പ് വെച്ച് അപ്പനൊന്ന് വഴക്ക് പറഞ്ഞു. അപ്പൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ എടുത്ത് അടച്ചു വെച്ച് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്വന്തം ഡ്രൈവൊക്കെ ചെയ്ത് പോകാം. ഈ കൊച്ചു ഡ്രൈവിങ് ചെയ്ത് പോയപ്പോൾ വെച്ചോ വീട്ടിലോട്ടായിരിക്കില്ല പോകണമെന്ന് കരുതി. പക്ഷെ ആ പോക്ക് കണ്ടപ്പോൾ അത്ര പന്തിയായിട്ട് അപ്പന് തോന്നിയില്ല. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പന് തോന്നി ആ പോക്ക് അത്ര പന്തിയല്ലല്ലോ. വീട്ടിലോട്ട് വിളിച്ചിട്ടും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെന്നെന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അത് മുറിക്കകത്ത് കണ്ടു മുറിയാഞ്ഞടച്ചിരുന്നു. പക്ഷെ അപ്പൻ നോക്കി പരുമല വരെ കൊണ്ടുപോകേണ്ടി വന്നില്ല, അതിനു മുമ്പ് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു. വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ പ്രതിസന്ധികളെ പോലും അതിജീവിക്കാൻ അതിന് കഴിയില്ല. അതുകൊണ്ട് കല്യാണവും കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടാകട്ടെ, അപ്പോഴത്തേക്ക് തീരുമാനമായി, രണ്ട് പാത്രമായി. എന്തെല്ലാം വിഷയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. മനുഷ്യന് കാര്യങ്ങളെ കാര്യഗൗരവത്തോടെ കാണുവാൻ, എന്തെങ്കിലും ചെറിയ പ്രതിസന്ധികൾ വന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാനുള്ള ക്ഷമയില്ല. ഈഗോ വല്ലാണ്ട് വളർന്നിരിക്കുക. ചെറിയ പ്രശ്നങ്ങളെ പോലും അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന, തളടിയായി പോകുന്ന വല്ലാത്ത ദുസ്ഥിതിയാണ്. ഇവിടെയാണ് ഈ സന്ധിയിൽ നമ്മുടെ ചിന്ത കൊണ്ടുവരേണ്ടത്. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ മനുഷ്യൻ കണ്ടെത്തുന്ന ബുദ്ധിയുടെ വഴികളാണ് ഇതൊക്കെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഏലിയാവിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടലോടുകൂടിയാണ്. വിശുദ്ധ ഏലിയ നബിയായുടെ ജീവിതത്തിൻ്റെ പിൻബലത്തോടുകൂടി. ആരാ ഏലിയാവ്? ഞാൻ നിങ്ങളെ ഏലിയാവിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഏലിയ പ്രവാചകനെ കുറിച്ച് മനോഹരമായ ചിന്തകൾ ഒക്കെ പങ്കിടുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. നിങ്ങൾ ഈ വർഷങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കാവൽ പിതാവ് എന്ന നിലയിൽ കേട്ടിട്ടുണ്ട്. എങ്കിലും പെരുന്നാളിൽ ഏലിയ നബിയെ കുറിച്ചുള്ള പഠനം നമുക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ച് 1-ാം രാജാക്കന്മാരുടെ പുസ്തകം 17, 18, 19 അധ്യായം വായിക്കുമ്പോൾ ഏലിയ നബിയെക്കുറിച്ചുള്ള സുന്ദരമായ ചിത്രം. ആദ്യം ചോദിക്കുക, ഏലിയായുടെ നാട് എവിടെയാണെന്നറിയോ? ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള മനുഷ്യനായിരുന്നു. 2 വാക്കുകൾ, ഒന്ന് ഗിലെയാദ്, 2 തിഷ്ബ. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ആളായിരുന്നു ഏലിയാവ്. രണ്ടാമത് ഏലിയാവിനെ കുറിച്ച് പറയുന്നത്, ഏലിയാവിന് ആരംഭവും അവസാനവുമില്ല. അതുകൊണ്ട് ഏലിയാവിനെ മൽക്കീസദേക്കിനെ പോലെ ഉപമിക്കാറുണ്ട്. ആരംഭമോ ആദമോ അവസാനമോ ഇല്ല, മാതാവോ പിതാവോ ഇല്ല. ആ നിലയിൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നില്ല, മൽക്കീസദേക്കിനോട് ഉപമിക്കുന്നുണ്ട്. അപ്പൊ ഏലിയാവിനെ കുറിച്ച് അപ്രകാരം കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രവാചകനാണ്. പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രവാചകൻ. പുതിയ നിയമത്തിൽ ഇത്രയധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ളൊരു പ്രവാചകൻ പുതിയ നിയമത്തിൽ നമുക്ക് വേറെ ആരെയും കാണാൻ സാധിക്കില്ല. പഴയ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി പുതിയ നിയമത്തിൽ കൃത്യമായി പരാമർശിക്കപ്പെടുന്ന ഒരു പ്രവാചകനെ നമുക്ക് വേറെ എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി മറ്റു പ്രവാചകന്റെ സവിശേഷതകൾ എന്താ? ആകാശം അടയ്ക്കാനും തുറക്കുവാനും അധികാരം കിട്ടിയവനാ. ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആകാശം തുറക്കുകയിൽ ഒരു തുള്ളി വെള്ളം വെള്ളി താഴോട്ട് വീഴില്ല. എത്ര തൻ്റെ ഇടത്തോടെ പ്രവാചകൻ പറയുക. ആകാശം അടയ്ക്കാനും തുറക്കാനും ചരിത്രം രേഖപ്പെടുത്തുന്നു. വേദപുസ്തകത്തിൽ പറയുന്നു 3.5 വർഷം അതികഠിനമായ വലിയ രൂക്ഷമായ വരൾച്ച ഇവിടെ അനുഭവപ്പെട്ടു. കൽപ്പിച്ചു പറഞ്ഞു, ഞാൻ പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ പറയുന്നു, 3.5 വർഷം ഈ രാജ്യത്ത് ദേശത്ത് മഴ പെയ്യില്ലെന്ന് പറയുന്നു. ആകാശം അടയ്ക്കുവാനും തുറക്കുവാനും അധികാരം കിട്ടിയവൻ. പ്രത്യേകിച്ച് യാത്രക്കാരുടെ വലിയ മധ്യസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് പരിമല തിരുമേനി ഊർഷ്ലേം യാത്ര നടത്തുമ്പോൾ യാത്രാ വിവരണത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, വലിയ അപകടകരമായ ഒരു പ്രതിസന്ധി ഉണ്ടായി. കപ്പൽ യാത്രയാണ്. ഈ അപകടകരമായ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു വഴിയുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഏലിയാവിൻ്റെ ചിത്രമാണ്. ഏലിയാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥന പൂർത്തീകരിച്ചില്ല. അപ്പോഴത്തേക്കെല്ലാം ശാന്തമായി, സുരക്ഷിതമായി തീരത്തെത്തിയിട്ട് ആദ്യം അതേ കോട്ടയത്തേക്ക് ചെല്ലുകയാണ്. കോട്ടയത്ത് ഒരു ചെറിയ ചാപ്പൽ
ആ ചാപ്പലിന് പേര് കൊടുത്തു. എന്താണെന്നറിയാമോ? കൊറ്റമ്പള്ളിയുടെ പേര് തന്നെ ഈ ഏലിയ ചാപ്പൽ എന്നാ പേര് കൊടുത്തു. ഇന്നത്തെ ഏലിയ കത്തീഡ്രൽ അതാ. പരിശുദ്ധ പരിമല തിരുമേനി വളരെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രകൃതിക്ഷോഭത്താൽ ഒരുപക്ഷെ കപ്പൽ മുങ്ങിപ്പോകുമെന്നും ജീവൻ ഹോമിക്കപ്പെടുമെന്നും പോലും ഭയപ്പെട്ടപ്പോൾ പ്രാർത്ഥനയോടുകൂടി ഏലിയാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച അതിൻ്റെ നന്ദി സൂചകമായി അനുഗ്രഹത്തോടെ പടുത്തുയർത്തിയ പള്ളി കൊച്ചു ചാപ്പലായിരുന്നു ഏലിയ ചാപ്പൽ. ഞാൻ പറഞ്ഞു വരുന്ന വെളിപ്പുറത്ത് വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഭയം വേണം. ഈ ദേവാലയത്തോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, അതിൽ നിൽക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, അതിനെ കാണുമ്പോൾ, അതിനോട് സമീപിക്കുമ്പോൾ, അതിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ വലിയ സൂക്ഷ്മത അനിവാര്യമാണ്. ഈ പ്രവാചകൻ വലിയ അച്ചിട്ടുള്ള ആളാണ്, വലിയ അത്ഭുത സിദ്ധിയുള്ള ആളാണ്. ആകാശം തുറക്കുവാനും അടയ്ക്കുവാനും അധികാരം കിട്ടിയവൻ, പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കുവാൻ അധികാരം കിട്ടിയവൻ. ഒരുപക്ഷെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാ ദേശം മുഴുവൻ വരൾച്ചയും ക്ഷാമവും കൊടികുത്തി വാണപ്പോൾ ഈ മനുഷ്യൻ അത്ഭുതകരമായി ഭക്ഷണം കൊടുത്തു, വെള്ളം കിട്ടി. എവിടുന്ന വെള്ളം കിട്ടിയത്? ഏലിയാവിന് വെള്ളം കിട്ടിയ തോടിൻ്റെ പേരെന്നറിയാം? കെരീത്ത് തോട്. കെരീത്ത് തോടിനടുത്ത് കെരീത്ത് തോട്. അവിടെ ഏത് പക്ഷിയാണ് ഏലിയാവിന് ഭക്ഷണം കൊടുത്തതെന്നറിയാം? ഓപ്ഷൻ വേണം ഇല്ലേ? പ്രാവ്, കാക്ക. സാധാരണ കാക്കയാണോ? മലങ്കാക്ക. വെരി ഗുഡ്, കൃത്യമായിട്ടറിയും. മലങ്കാക്കയാൽ തീറ്റപ്പെട്ടവൻ, കെരീത്ത് തോടിനടുത്ത് മലങ്കാക്കയാൽ തീറ്റപ്പെട്ടവൻ. അതേ, വീണ്ടും അവൻ അപ്പവും എണ്ണയും കൊടുത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ദേശം ഏതാണെന്നറിയാം? സരപ്തയിൽ നിന്നുള്ളവൾ. അവളുടെ ഭർത്താവിൻ്റെ പേരെന്തായിരുന്നു? അറിയില്ല. അവൾ ആരായിരുന്നു? ഭർത്താവ് മരിച്ചുപോയ വിധവയായിരുന്നു. അവർക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 2 പേര് 3 പേര്. അതാണായിരുന്നു പെണ്ണായിരുന്നു? മകനായിരുന്നു. കൃത്യമായിട്ടറിയാം അല്ലേ? അപ്പൊ സരപ്തയിലെ വിധവയുടെ കലത്തിൽ മാവും കുടത്തിൽ എണ്ണയും കുറയാതെ വർദ്ധിപ്പിച്ചവൻ. അത്ഭുതം. നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ ഈ ഏലിയാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹമാണ് നീ വാങ്ങിക്കുന്നതെങ്കിൽ നിന്റെ വീട്ടിൽ എണ്ണ കുറയില്ല, മാവ് കുറയില്ല. അവിടെ പ്രതിസന്ധികളെ മാറ്റിത്തരുന്നൊരു ഏലിയാവ് നിന്റെ കൂടെയുണ്ട്. പക്ഷെ ഏലിയാവിനെ ദുഃഖിപ്പിക്കരുത്, ഒരു വാക്കുകൊണ്ട് പോലും ദുഃഖിപ്പിക്കരുത്. ഏലിയാവിൻ്റെ പെരുന്നാളിൽ എന്തെങ്കിലും ഈ കഴിഞ്ഞ 1 വർഷക്കാലം ഹിതമല്ലാതെ ഏലിയാ നബിയായിക്ക് ദുഃഖമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി മുട്ടുകുത്തി പാപക്ഷമ യാചിക്കേണ്ട, മോചനം യാചിക്കേണ്ട, മാപ്പ് ചോദിക്കേണ്ട ദിവസമായി പെരുന്നാൾ. 19ഉം 20ഉം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഏലിയാവ് സന്തോഷിക്കണമെങ്കിൽ ഏലിയാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. ഹിതമല്ലാതെ വാക്കുച്ചരിച്ചു പോയി പള്ളിയിൽ, അല്ലെങ്കിൽ ഏലിയാവിനെ നിന്ദിച്ചുപോയി, മാനിക്കാതെ പോയി. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് ഈ പെരുന്നാൾ അതിനു വേണ്ടിയാണ്. ഒരുങ്ങാൻ സാധിക്കണം. സരേഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. സരേഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ വീണ്ടും കാണുന്നുണ്ട്. നമുക്ക് പ്രതിക്ഷോഭങ്ങളിൽപ്പെട്ട എല്ലാവരുടെയും മധ്യസ്ഥനായിട്ട് ഏലിയാവിനെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഞാൻ ഏലിയാവിനെ കുറിച്ച് സന്ദർഭോജ്യമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളത്. ഇന്ന് തിരഞ്ഞെടുപ്പെട്ട വാക്യത്തിൽ അനുഗ്രഹത്തോടെ അതിൻ്റെ പശ്ചാത്തലം നാം നോക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരഞ്ഞെടുത്തത് 19:4 താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചുരച്ചിടിയുടെ തണലിലിരുന്നു, മരിപ്പാനീക്ഷിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം എന്താ? ഇതിൻ്റെ പശ്ചാത്തലം നമുക്കൊക്കെ വളരെ പരിചിതമാണ്. ഇസ്രായേലിൽ എലിയാവിൻ്റെ കാലത്തെ രാജാവിൻ്റെയും രാജ്ഞിയുടെയും പേര് നമുക്കറിയാം. ആരായിരുന്നു? ആഹാബും ഇസബേലുമായിരുന്നു അന്നത്തെ രാജാവും രാജ്ഞിയുമായിട്ടുള്ളത്. ഈ രാജാവിനേക്കാൾ പ്രസിദ്ധയാണ് വാസ്തവത്തിൽ ഇസബേൽ. അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ. ചില വീടുകളിൽ അങ്ങനെയാണല്ലോ അല്ലേ? ചിലയിടത്ത് അങ്ങനെയാണല്ലോ. ചിലയിടത്തൊക്കെ പറയുന്ന ഉടനെ 2 പേരെ ഒരുപോലെയല്ല പറയേണ്ടത്, ചിലരെ മെച്ചപ്പാട്ട് പറയേണ്ട ഗതികേടുണ്ടാവും. അതുപോലെ ഇസബേലിനെ പലപ്പോഴും പറയാറുണ്ട്. ആഹാബിനെക്കാട്ടിലും ക്രൂരയായ ഒരു വനിതയായിരുന്നു, സ്ത്രീയായിരുന്നു ഇസബേൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇസബേൽ ആരാധിച്ചത് സത്യദൈവത്തെ ആയിരുന്നില്ല. ഇസബേൽ ആരാധിച്ച ദൈവം ഏതായിരുന്നു? ബാലിൻ്റെ ദൈവം, അശേര പ്രതിഷ്ഠകളെയാണ് ഈ സ്ത്രീ ആചരിച്ചും അവരെ ആരാധിച്ചു വന്നത്. അശേര പ്രതിഷ്ഠകളെ ആരാധിക്കുകയും വന്ദിക്കുകയും സത്യദൈവത്തെ നിഷേധിക്കുകയും ചെയ്തൊരു പാരമ്പര്യമാണ് ഈ അഹാബിൻ്റെ കുടുംബത്തിൽ. പ്രത്യേകിച്ച് അത് കടന്നു വന്നത് ഭാര്യ വഴിക്കാണ്, ഇസബേലിലൂടെയാണ് കടന്നു വന്നത്. ഏലിയാവിനെ ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുക. ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുക.
സാധാരണ കൊട്ടാരത്തിൽ തന്നെ ഏകദേശം 450ഓളം ബാലിൻ്റെ പ്രവാചകന്മാരെ തീറ്റി കൊഴുപ്പിച്ചുകൊണ്ടിരുത്തിയിരിക്കുക. അവിടെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുക. ബാലിൻ്റെ പ്രവാചകന്മാർക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ്, കാരണം രാജാവ് അവരുടെ സ്വന്തമാണ്. അതുകൊണ്ട് അവിടെ 2 കക്ഷികളായിട്ട് നിൽക്കുക, 2 ടീം നിൽക്കുക. ഇപ്പം പിള്ളേർക്ക് അതാണല്ലോ, സോക്കർ ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ക്രിക്കറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 2 ടീമുകളാണ് അല്ലേ? ഈ 2 ടീമുകളിൽ ഒരു ടീം ആരായിരുന്നു? അർജന്റീനയും. ഇന്നത്തെ പത്രം വായിച്ചില്ലേ? കോപ്പ അമേരിക്കയിൽ ആരൊക്കെയായിരുന്നു? ആരെയാണ് തോപ്പിച്ചത്? അർജന്റീന ആരെയാണ് തോപ്പിച്ച്? അത്ര സ്പോർട്സ് ഒന്നും താല്പര്യമില്ലേ? 2 ടീം നിൽക്കുകയാണ്. ഒരു ടീം ആരാണ്? ബാലിൻ്റെ ടീം. ബാലിൻ്റെ ടീമിൽ എത്ര പേരുണ്ട്? 450 പേരുണ്ട്. അപ്പുറത്ത് ആരാ നിൽക്കുന്നത്? ഒറ്റയാനാണ്. ഒറ്റയാൻ പട്ടാളമാരാണ്? ഏലിയാവാണ്, ഒരു പ്രവാചകൻ. അവർ വെല്ലുവിളിക്കുക, ആരാണ് ശക്തിയുള്ള ദൈവം? നമുക്ക് തെളിയിക്കാം. ഇത് ചുമ്മാ നിങ്ങൾ ചീറ്റിപ്പോറ്റി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, നമുക്ക് തെളിയിക്കാം. ആരാണ് ശക്തനായ ദൈവം? നിങ്ങൾ ആരാധിക്കുന്ന ബാലിൻ്റെ ദൈവമാണോ ശക്തിയുള്ളത്? സത്യദൈവമാണോ? ജീവനുള്ള ദൈവമാണോ? അതാണ്. ആരാണ് നമുക്ക് തെളിയിക്കാം? ജനത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി, അവരെല്ലാം വിളിച്ചുകൂട്ടി. ഈ ഗെയിം നടന്നത് എവിടാണെന്നറിയോ? ഒരു മലയിൽ വെച്ചാണ്. ഏതായിരുന്നു മല? കർമ്മേലിൽ വെച്ചാണ്. കർമ്മേൽ മലയിൽ വെച്ചാണ്. കർമ്മേലിലാണ് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. 2 കൂട്ടരും 2 സൈഡും വന്നു ഒരു ടോസ് ചെയ്തു. ആർക്കാണ് ആദ്യം തെളിയിക്കാൻ അവസരം കിട്ടുന്നത്? ആർക്കാ ടോസ് വിടുകയെന്നറിയോ? വേദവസം പരിചയമുള്ളവർക്കറിയാം. ടോസ് ചെയ്തപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാർക്കാണ്. അവർ മനോഹരമായി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. കാരണം അവർ ഇഷ്ടത്തിന് ആളുണ്ട്, 150 പേരുണ്ട്, സജ്ജമാക്കി മനോഹരമാക്കി എല്ലാം ഒരുക്കിയിട്ട് അവരുടെ ദൈവമാണ് ജീവനുള്ള ദൈവം തെളിയിക്കാനുള്ള ശ്രമമാണ്. അവർ ഉറക്കം വിളിക്കാൻ തുടങ്ങി. രാവിലെ തുടങ്ങിയതാ, ഉച്ച കഴിഞ്ഞു, സന്ധ്യയോടെടുക്കുന്നു, ഒരാവി അനക്കമില്ല. അപ്പോൾ പ്രവാചകൻ്റെ സ്വഭാവത്തിന് ചേരുന്നതാണോ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. പക്ഷെ ദൈവം അതുപോലെയൊക്കെ ചിലപ്പോഴെങ്കിലും ഇടപെടും, നമ്മളോട് ഇടപെടാൻ സാധ്യതയുണ്ട്. ചില കളിയാക്കലുണ്ടാക്കി. എന്താ കളിയാക്കിയത്? ഒരു വാക്യം പറയാം, ഏതെങ്കിലും ഒന്ന് കളിയാക്കിയ ഒരു വാക്ക്. നിങ്ങളുടെ ദൈവം ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമായിരിക്കും, അതുകൊണ്ട് കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചാട്ട് എഴുന്നേറ്റ് വന്നിരിക്കും. ചില ആളുകളൊക്കെ നമ്മളെയും കളിയാക്കാൻ സാധ്യതയുണ്ട്. ഉറങ്ങുകയാണോ നിങ്ങളുടെ ദൈവം? ഇവിടെ ചോദിച്ച ചോദ്യമാണ്. രണ്ടാമതൊരു കളിയാക്കൽ ചോദ്യമുണ്ട്. എന്താ പറഞ്ഞത്? ധ്യാനമായിരിക്കും ചിലപ്പം, അതുകൊണ്ട് ധ്യാനത്തിൽ നിന്ന് ഉണരാൻ സമയമെടുക്കും, അതുകൊണ്ട് കുറച്ചുകൂടെ. മറ്റൊന്ന് അത്യാവശ്യം ടോയ്ലറ്റ് വല്ലതും പോയിരിക്കും, അത് വരട്ടെ, അതുകൊണ്ടായിരിക്കും. വെളിയിലായിരിക്കുമെന്ന് അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പല വിധത്തിലുള്ള പരിഹാസവും നിന്നെയൊക്കെ ഉണ്ടാകേണ്ടി വന്നു. അവിടെ ബാലിൻ്റെ പ്രവാചകന്മാർ ആഞ്ഞു വിളിച്ചിട്ടും ഉച്ചത്തിൽ വിളിച്ചിട്ടും ഒരു പ്രതികരണവുമില്ല. അവസാനം അവർ പരാജയപ്പെടുകയാണ്. അവരുടെ ടേൺ കഴിഞ്ഞു. 2020 കളിക്കുമ്പോൾ ആദ്യത്തെ 20 ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ തീർന്നു, അവരുടെ കഴിഞ്ഞു. രണ്ടാമത്തെ ടീമാണ്. രണ്ടാമത്തെ ടീം ഏലിയാവാണ്. ഏലിയാവ് കടന്നു വന്ന് നേരിട്ട് ഇടപെടുകയാണ് ചെയ്തത്. ഏലിയാവ് എന്നത് ചെയ്തത്? വേദവസ്തി പറയുന്നുണ്ട്, ഏലിയാവ് ഒരു ബലിപീഠം ഒരുക്കി. എങ്ങനെ ബലിപീഠം ഒരുക്കിയത്? എത്ര കല്ലുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത്? ഗോത്രപിതാക്കന്മാരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലുകൾ കൊണ്ട് ദേവാലയങ്ങളൊക്കെ കെട്ടുപണിയുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ്. ആരാധനാലയങ്ങൾ ആരുടെയും ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച. പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, 25-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവത്തിന് വസിക്കാനായിട്ടൊരു പെട്ടകമുണ്ടാക്കുവാൻ പറയുമ്പോൾ അവിടെ പറയുന്നു, കതിരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കണം. 2.5 മുഴം നീളം, 2.5 മുഴം വീതി, 1.5 മുഴം ഉയരം, അകവും പുറവും പിത്തള കൊണ്ട് പൊതിയണം. എന്നാണോ? സ്വർണം കൊണ്ട് പൊതിയണം. അതിൻ്റെ ദണ്ഡ് ഘടിപ്പിക്കണം, കെറൂബുകൾ അതിനെ മൂടണം. എത്ര കൃത്യമായ ദൈവികമായ ആരാധനാലയത്തിന് മനോഹരമായ ആലയം പണിയാനായിട്ടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇവിടുത്തെ ഒരു കല്ലുമൊക്കെ പ്രാർത്ഥിച്ച് കല്ലിട്ടായിരുന്നു എന്നെ ഓർമ്മ. ഞാൻ വീഡിയോയിൽ കണ്ട, ഞാൻ യൂട്യൂബിൽ കണ്ടത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എത്ര സന്നാഹത്തോടാ ഇവിടെ ആലയം പണിയാൻ ഇപ്പോഴൊരു മനോഹരനായ ഒരു ശലോമോനെ കൊണ്ടുവന്നിരിക്കുക ദൈവം. ശലോമോനെ കൊണ്ടിരിക്കുക. ഈ ശലോമോൻ്റെ കാലത്ത് നടന്നില്ല, പിന്നെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ശലോമോനെ കൊണ്ടുവന്നിരിക്കുക ദൈവം പണിയാൻ തരും. നിങ്ങളത് വേണ്ടുമെണ്ണം പ്രയോജനപ്പെടണം. അവിടെ 12 കല്ലുകൊണ്ട് ബലിപീഠം ഉണ്ടാക്കി. ബലിപീഠം അനുഗ്രഹത്തോടെ ശുദ്ധീകരിച്ച്, വെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുകയാണ്. അതിന് ചുറ്റുവട്ടം ഒരു മനോഹരമായി അതിന് ചുറ്റുവട്ടം ഒരു തോട് പോലെ ഉണ്ടാക്കി. തോടിലെല്ലാം വെള്ളം നിറച്ചു. നാളെ അല്ലെങ്കിൽ പറയും വേറെ രീതിയിലാണ് ഇത് കത്തിച്ചത്. എല്ലാത്തിനു ശേഷം
ദേഹോവയായ സന്നിധിയുടെ ദൈവത്തിന് നിലവിളിക്കുക. ആരാ നിലവിളിച്ചത്? ഏലിയാവ്. ഏലിയാവിൻ്റെ പ്രാർത്ഥന ഒറ്റ വാക്ക് പ്രാർത്ഥനയുള്ളൂ. ഒറ്റ വാക്കേ ഉള്ളൂ ഏലിയാവിൻ്റെ പ്രാർത്ഥന. ഏലിയാവിൻ്റെ പ്രാർത്ഥന ആവർത്തിച്ച് 3 വട്ടം പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ആ പ്രാർത്ഥന ഓരമായിട്ട് ഗ്രാമറിലൊന്നും നീ പ്രാർത്ഥനയൊന്നും വയ്ക്കണ്ട. നിന്റെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്നോട് ഉത്തരമരുളി ചെയ്ത എല്ലാ പ്രശ്നവും പരിഹാരമായി. നമ്മുടെ പ്രാർത്ഥന ഓർത്തഡോക്സ് പാരമ്പര്യം അതാ, പൗരസ്ത്യ പാരമ്പര്യം അതാ. വിഷയം വെച്ചുള്ള പ്രാർത്ഥനയല്ല. ചൊറി മാറാനും ലോട്ടറി അടിക്കാനും ഒന്നും പ്രാർത്ഥിക്കണ്ട. നിന്റെ വിഷയം നിന്റെ ദൈവത്തിനറിയാം. നിന്റെ വിഷയം നീ അറിയുന്നതിനേക്കാൾ അറിയുന്നവനാ ദൈവം. അവിടെ ഒറ്റ വാക്യമുള്ളൂ. അവിടെ ഏലിയാവ് ഒന്നും പറഞ്ഞില്ല. എവരുടെ മുമ്പിൽ നിന്നയോ ലജ്ജയോ പരിഹാസമോ ഒന്നും അവരൊന്നും പറയുന്നില്ല. ഇവിടെ അത്ഭുതം പ്രവർത്തിച്ച് എനിക്കൊരു വലിയ കേമനാകണമെന്ന് പറയുന്നില്ല. ഒറ്റ വാക്യം പറഞ്ഞു, എന്നോട് ഉത്തരം പറയണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ഉത്തരം പറയണം. ഈ സന്ധ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഈ ഏലിയാ നബിയായുടെ അനുഗ്രഹീത പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ജനവും ഉച്ചത്തിൽ ഈ ദിവസങ്ങളിൽ ഉച്ചരിക്കേണ്ട, അനുനിമിഷം ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ ഉച്ചരിക്കേണ്ട അനുഗ്രഹീതമായ ഒറ്റ പ്രാർത്ഥന മതി. എന്നോട് ഉത്തരം പറയണം. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ എന്നോട് ഉത്തരം പറയണം. എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധി മാറാൻ എനിക്ക് ഉത്തരം പറയണം. എൻ്റെ രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ ദൈവത്തിൻ്റെ ഉത്തരം പറയണം. ദൈവത്തിൻ്റെ ഉത്തരം പറയല കുറവുണ്ടാണ്. അതുകൊണ്ട് യഹോവേ എന്നോട് ഉത്തരം അരുളി ചെയ്യണമേ. എന്താ സംഭവിച്ചത്? ആ കാളക്കുട്ടിയൊക്കെ വെച്ചതാ. അതിൻ്റെ പുറകെ മുകളിലേക്ക് അനുഗ്രഹമായ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ആ ബലി ദഹിപ്പിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ്, മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ഇടപെടൽ കാണുകയാണ്. അതുകൊണ്ടാണ് ഏലിയാവിൻ്റെ മധ്യസ്ഥത ഏറ്റവും അനുഗ്രഹമാണെന്ന് പറയുന്നത്. ഏലിയാവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഭയഭക്തിയോടെ വേണം, വിശ്വാസത്തോടെ വേണം, വിശുദ്ധിയോടെ വേണം, തികഞ്ഞ ബോധ്യത്തോടെ വേണം. അതിന് അപമതിയായ ഒരു വാക്കുപോലും നമ്മുടെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുപോലും ഇടയാവരുത്. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ ആലയത്തിൻ്റെ മാധ്യസ്ഥൻ വലിയ വിളിപ്പുറത്ത് വിളി കേൾക്കുന്ന ആളാണ്, വലിയ ശക്തനായ പ്രവാചകനാണ്. ഈ ബോധ്യമുണ്ടാവണം. ഇവിടെ പ്രതിസന്ധി എന്താ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടുകയാണ്, ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രതിസന്ധി എന്താ? ഇതൊക്കെ കേട്ടു. അദ്ദേഹം ദൈവം ബലി സ്വീകരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ രോഷം വാനോളം ഉയർന്നു. പിന്നെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കീശോൻ തൊട്ടിലേക്ക് കൊണ്ടുപോയി 450 പ്രവാചകന്മാരെ വാളിനിരയാക്കി കളഞ്ഞു. ഒരുത്തനെ പോലും ശേഷിപ്പിച്ചില്ല. കാരണം സത്യദൈവം ഏതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം ഒന്നിച്ചു കൂടുകയാണ്. ഈ സത്യദൈവത്തിൻ്റെ നിഷേധികളെ മുഴുവൻ കീശോൻ തോട്ടിൻ്റെ സമീപത്ത് വെച്ച് തന്നെ വാളിനിരയാക്കി ഇല്ലായ്മ ചെയ്യുകയാണ്. അങ്ങനെ പ്രവാചകൻ അജയ്യനായി വിജയശ്രീലാളിതനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും കാതിൽ ചെല്ലുകയാണ്. ഇസബേലിൻ്റെ കാതിൽ ചെന്നപ്പോഴത്തേക്ക് പുരുഷന്മാരുടെ കൂട്ടല്ല, ആഹാബ് ഇതൊക്കെ കേട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ഗൗനിച്ചില്ലെന്നും ഒരല്പം ഭയ ആശങ്കയോടെ എത്തുന്നത്. പക്ഷെ അവളങ്ങനെ ആയിരുന്നില്ല, ഇസബേൽ അങ്ങനെ ആയിരുന്നില്ല. ഇസബേലിൻ്റെ രോഷം വല്ലാണ്ട് വർദ്ധിച്ചു. എന്നിട്ട് ഇസബേൽ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ ഇസബേൽ പറഞ്ഞെന്നറിയാം? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കീശോൻ തോട്ടിൻ്റെ വാതിക്കൽ വെച്ച് വാളിനിരയാക്കപ്പെട്ട 450 പ്രവാചകനിൽ ഒരുവരെ പോലെ നിന്നെ ഞാൻ ആക്കിക്കളയും, നിന്നെ ഉന്മൂലനം ചെയ്യും, ഇല്ലായ്മ ചെയ്യും. പ്രവാചകനോട് പറയുന്നൊരു വാക്കാണ്. പ്രവാചകൻ വലിയ ശക്തിയോടെ ഒക്കെ നിന്നെങ്കിലും ഈ സ്ത്രീയുടെ പൈശാചികമായ ഈ ശബ്ദത്തിന് മുമ്പിൽ ഒരല്പം അന്താളിപ്പുണ്ടായി. എത്ര നന്മയിൽ ജീവിക്കുമ്പോഴും എത്ര ശ്രേഷ്ഠരായി ജീവിക്കുമ്പോഴും ഒക്കെ മനസ്സ് ചഞ്ചലപ്പെടാൻ ഒരു ചെറിയ നിമിഷം മതി. മനസ്സത്ര ചഞ്ചലപ്പെടുകയാണ്, അല്പം ഭയപ്പാടുണ്ടാകുകയാണ്, അല്പം ഭീരുത്വം അവിടെ ഉണ്ടാകുകയാണ്. താൻ വല്ലാതെ അന്താളിച്ചു പോകുക. ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തിയ മനുഷ്യനാണ്. അല്പം അന്താളിച്ചിട്ട് ഷീൻ മരുഭൂമിയിലൂടെ അദ്ദേഹം ഓടുകയാണ്. ഷീൻ മരുഭൂമിയിലൂടെ ഓടുകയാണ്. ഓടിച്ചെന്ന് അദ്ദേഹം ഒരു വൃക്ഷത്തിൻ്റെ കീഴിലിരുന്നു. ഏതായിരുന്നു ആ വൃക്ഷം? പനയായിരുന്നു, ഈത്തപ്പനയായിരുന്നു. ഏത് വൃക്ഷമായിരുന്നു? പനയായിരുന്നു അല്ലേ? അല്ല, പനയല്ല. ചേച്ചി പറഞ്ഞു. എന്തായിരുന്നത്? ചുരച്ചെടിയുടെ ചുവട്ടിൽ. ചുരച്ചെടിയുടെ ചുവട്ടിൽ ഏലിയാവ് പോയിരിക്കുക. ചുരച്ചെടിയുടെ ചുവട്ടിൽ ഏലിയാവ് പോയിരിക്കുക. ജുനിപ്പർ ട്രീ എന്നാണ് ഇംഗ്ലീഷ് പറയുക. ജുനിപ്പർ. ഇപ്പം ഗൂഗിളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏതാ ChatGPT ഉണ്ട് അല്ലേ? ഇഷ്ടമുള്ളതിനകത്ത് അടിച്ചു നോക്കിയാൽ മതി. ജൂനിപ്പർ ട്രീ. ജൂനിപ്പർ ട്രീയുടെ പ്രത്യേകതയെക്കുറിച്ച് ഓർത്തഡോക്സിയുടെ കാവൽഭടൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ജോൺ ക്രിസോസ്റ്റം പറയുന്നത് അത് ദ ട്രീ ഓഫ് റിപ്പൻറ്റൻസ് എന്നാണ്. ട്രീ ഓഫ് റിപ്പൻറ്റൻസ്, അനുതാപത്തിൻ്റെ വൃക്ഷം.
ഈ മനുഷ്യൻ അതിൻ്റെ ചുവട്ടിൽ ചെന്ന് പറക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ കണ്ടെത്തുന്ന വഴി. ഏലിയാവ് സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവമാണെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അതിനോട് പ്രഥമമായി പ്രതികരിച്ചത് അല്പം മാനുഷികമായിട്ടാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ഒഴിഞ്ഞ കോണിലേക്ക് പോകും, ഒരു ചെറിയ ഒളിച്ചോട്ടം. തൻ്റെ വാക്കിൽ തന്നെ പ്രതിഫലിച്ചൊരു വാക്കുണ്ട്, എന്തിനാ ഇങ്ങനെ ഞാൻ ജീവിക്കുന്നത്, അങ്ങ് മരിച്ചാൽ കൊള്ളാമായിരുന്നത് പോലും ചിന്തിക്കുന്നു പോകുന്നുണ്ട്. അവിടെ കിടന്നു. അതിനെക്കുറിച്ച് ജോൺ ക്രിസോസ്റ്റം മനോഹരമായി പറയുന്നത്, അവൻ അനുതാപത്തോടുകൂടി തൻ്റെ മനസ്സിൽ അങ്കുരിച്ച ആ ചിന്ത, ആ ഭയപ്പാട്, മാനുഷികമായി തൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള ആ തൻ്റെ ബലഹീനതയിൽ വന്ന ശ്രമം, അതിനെക്കുറിച്ചുള്ള അനുതാപത്തിൻ്റെ ഇടമാക്കി ആ ചുരച്ചുടിയുടെ ചുവട്. അത് മാനുഷികമായി കണ്ടെത്തിയ വഴിയാണെങ്കിലും അതിനെ അനുതാപത്തിൻ്റെ വഴിത്താരയായിട്ട് മാറ്റുന്ന ഏലിയ പ്രവാചകനെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കണ്ടെത്തുന്ന വഴികൾ അത് പരിമിതമാണ്. മനുഷ്യൻ കണ്ടെത്തുന്ന വഴികൾക്ക് പരിധികളുണ്ട്, പരിമിതികളേറെയുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ അനുദിന ജീവിതത്തിൽ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴെന്താ ചിന്തിക്കാറുള്ളത്? എടി, ഭാര്യയെ വിളിച്ചിരുത്തില്ലേ, എന്താ ചെയ്യേണ്ടത്? കൊച്ചിൻ്റെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഇനി എന്താ ചെയ്യേണ്ടത്? എത്ര മാതാപിതാക്കൾ ആലയത്തിൻ്റെ നടുത്തളത്തിൽ വന്ന്, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് നിനക്കുള്ള പദ്ധതി എന്നാ ചോദിക്കാറുണ്ടോ? എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് നിനക്കുള്ള പദ്ധതി എന്താ ചോദിക്കാറുണ്ടോ? ഒരു ജീവിത പങ്കാളിയെ തിരയുമ്പോൾ ആലയത്തിൽ വന്ന് പ്രാർത്ഥനാപൂർവ്വം വന്ന്, എൻ്റെ കുഞ്ഞിന് തക്ക തുണ ആരാ ചോദിക്കാറുണ്ടോ? ഈ കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ടോ? അവരിന്ന് ചോദിക്കുന്നു, അന്വേഷിക്കുന്നു ഒക്കെ ഭൗതിക വഴിത്തറയിലൂടെയാണ്. ഇന്ന് അനേക കുടുംബങ്ങളിലെ പ്രശ്നം ഇതാണ്. വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ ബുദ്ധിപരമായ രീതിയിലൂടെ, ശൈലികളിലൂടെ ഉത്തരം കണ്ടെത്തി പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പട്ടുപോകുന്ന അനേക അവസ്ഥകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, അനേക കുടുംബങ്ങളിലുണ്ട്. ചെറിയൊരു പ്രശ്നം വരട്ടെ, അതിനെ അതിജീവിക്കാൻ കഴിയില്ല. അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗം, ശരിയായ മാർഗം കണ്ടെത്തുന്നില്ല. എല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന, മനുഷ്യൻ്റെ ബുദ്ധിയിൽ കണ്ടെത്തുന്ന വഴികളാണ് വാസ്തവത്തിൽ. അതിനപ്പുറം കുഞ്ഞുങ്ങൾ ഓർക്കണം, ഒരു പരീക്ഷ പരാജയപ്പെട്ടതുകൊണ്ടോ ഇഷ്ടപ്പെട്ടൊരു കോന്തനെ കെട്ടാൻ കഴിഞ്ഞില്ലെന്ന് കണ്ടോ ജീവിതം തീരുന്നില്ല. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ആയിട്ട് അതിനെ കാണാൻ ഇടയാവരുത്. അതിനപ്പുറം ദൈവം എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതം എന്താ, ഇത് തിരിച്ചറിയാൻ തക്കവണ്ണം. ജൂനിപെട്രിയെ കുറിച്ച് പറയുന്നില്ല, അവിടെ പറയുന്നു അത് അനുതാപത്തിൻ്റെ വഴിയാണ്. ഈ പെരുന്നാൾ നമ്മളെ അനുതാപത്തിൻ്റെ ആ വൃക്ഷത്തിൽ കൂടെ കടന്നു പോകാൻ തക്കവണ്ണം. ഞാനും നിങ്ങളും കണ്ടെത്തിയ ആ ചുരച്ചെടി ഒരിക്കലും ഒരു സുരക്ഷിതത്തിൻ്റെ ഇടമല്ലത്. അതിനപ്പുറം ആ സുരക്ഷിതത്തിൻ്റെ ഇടമല്ലാതെ ബുദ്ധിപരമായ ഒരിടം കണ്ടെത്തിയപ്പോൾ ഏലിയാവ് അതിനെ അനുതാപത്തിൻ്റെ ഇടമാക്കി മാറ്റിയെടുക്കുക. ഈ ജൂനിപെട്രിയെ കുറിച്ച് പറയുന്നുണ്ട്, അതിനൊരു കായുണ്ട്. അതിൻ്റെ കാ ഭക്ഷിക്കാനായിട്ട് കൊള്ളാം, പക്ഷെ എങ്ങനെയാണ് ഭക്ഷിക്കുന്നത് വെച്ചാൽ അത് നേരെ എടുത്ത് കഴിച്ചാൽ വല്ലാത്ത കമർപ്പും കയ്പും ഒക്കെയാണ്. എന്നാൽ അത് ഇടിച്ച് പൊട്ടിച്ച് അതിനകത്തുനിന്നത് എടുത്താൽ നല്ല മധുരമാണ്. വാസ്തവത്തിൽ നല്ല മധുരമാണ്. അത് പ്രതീകാത്മകമായിട്ട് പിതാക്കന്മാർ പറയുന്നത്, നിന്നെ തന്നെ ഒന്ന് ഇടിച്ചു പൊടിക്കണം, ഈ കയ്പും കമർപ്പും ഒക്കെ ഒന്ന് മാറ്റണം, നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഒരു പുനഃസമർപ്പണം ചെയ്യണം. ഈ കയ്പിൻ്റെ അനുഭവത്തെ മാറ്റി മധുരമുള്ളൊരു അനുഭവമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം. ഈ പെരുന്നാൾ നിന്റെ കയ്പനുഭവങ്ങളെ മധുരമാക്കി തീർക്കാനായിട്ടാണ്. നിനക്ക് അനുതാപത്തിൻ്റെ വഴിയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? ബുദ്ധിപരമായ വഴി വിട്ട് ഭക്തിയുടെ വഴിയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? ഏലിയാവ് തൻ്റെ ബലഹീനതയിൽ കണ്ടെത്തിയ ഈ ചുരച്ചെടികളല്ലേ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ വഴിത്താരകളായിട്ട് പലപ്പോഴും വരിക. വേദപുസ്തകത്തിൽ ഇതുപോലെ അനേക അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശിംശോൻ ചുരച്ചെടിയുടെ ചുവട്ടിൽ നിൽക്കുന്നു. എന്താ ശിംശോന്റെ ചുരച്ചെടിയുടെ ചുവട്? ശിംശോനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജഡേച്ഛകൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഹോമിച്ചൊരു മനുഷ്യനാണ്. വലിയ ശക്തി, വലിയ പ്രബലനായിരുന്നു, പ്രമുഖനായിരുന്നു, വലിയ ശക്തിമാനായിരുന്നു. ഒരു പച്ചത്താടിയല്ല് കൊണ്ട് 1000 ഫെലിസ്ത്യരെ കൊല്ലാൻ ശക്തി പ്രാപിച്ചവനായിരുന്നു. സിംഹമൊക്കെ തൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിനെ പിടിച്ചു കീറുന്ന പോലെ കീറാൻ പ്രാപ്തിയുള്ളവനായിരുന്നു. വലിയ മനുഷ്യൻ, വലിയ ഭക്തനായ മനുഷ്യൻ. പക്ഷെ ഒരു ദുർബല നിമിഷത്തിൽ ഒരു സ്ത്രീയുടെ മടിയിൽ തലവെച്ച് അവൻ ജഡേച്ഛകൾക്കും ഭോഗേച്ഛകൾക്കും സ്വയം വിട്ടുകൊടുത്തപ്പോൾ അവൻ്റെ ശക്തി ചോർന്നുപോയി. അവൾ മനസ്സിലാക്കി അവൻ്റെ ശക്തി മുഴുവൻ അവൻ്റെ മുടിയിലാണ്. ആ മുടി മുറിച്ചതോടുകൂടി അവൻ്റെ ശക്തി അവിടെ ചോർന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജഡേച്ഛയാകുന്ന ചുരച്ചെടിയുടെ ചുവട്ടിൽ വല്ലാണ്ട് മതിച്ചു കിടക്കുന്ന അനേക ആളുകളുണ്ട്. ജഡേച്ഛകൾക്ക് പിന്നാലെ വല്ലാണ്ട് മതിച്ചു കിടക്കുന്ന അനേക ആളുകളുണ്ട്. എലിയാ പ്രവാചകൻ ഈ സന്ധ്യയിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ്,
ഈ ചുരച്ചെടിയുടെ അനുഭവത്തെ നിന്നെ തന്നെ അനുതാപത്തിൻ്റെ അനുഭവങ്ങളും വേദികളും മാറ്റി നിന്നെ മധുരമാക്കുവാൻ നിനക്ക് എന്നെ വിളിക്കുകയാണ്. ഏലിയാവ് ചുരച്ചെടിയുടെ അനുഭവത്തെ മധുരകരമായ അനുഭവമാക്കി മാറ്റിയതുപോലെ മാറ്റുവാനായിട്ട് നിന്നെ വിളിക്കുകയാണ്. അതെ, ഇവിടെ ശിംശോനെ നാം കാണുന്നത് അങ്ങനെയാണ്. നാസീർ വ്രതം സ്വീകരിച്ചവൻ തൻ്റെ രഹസ്യം മുടിയിലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അവൾ തൻ്റെ മടിയിൽ മയങ്ങുവാൻ ശ്രമിച്ചവനെ, ഭോഗാസക്തിയിൽ ആണ്ടുപോയവൻ്റെ മുഴുവൻ ശക്തിയും ചോർത്തുന്ന ദലീലയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള നൈർമഷിക സുഖങ്ങൾക്ക് പിന്നാലെ പരക്കം പാടിയിട്ടുള്ള പല ആളുകളുണ്ട്. ഭോഗാസക്തികൾക്ക് പിന്നാലെ, സാമ്പത്തിക നേട്ടങ്ങൾക്ക് പിന്നാലെ തൻ്റെ ഗുരുവിനെ പോലും ഒറ്റിക്കൊടുക്കുവാൻ ചെറിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് യൂദ ഒറ്റിക്കൊടുത്തത്. എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എത്രയോ 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്ന, കെട്ടുവാനും അഴിക്കുവാനും അധികാരം കിട്ടുന്ന, ഭൂമിയെ കീഴ്മേൽ മറിച്ച് സുവിശേഷത്തിൻ്റെ മർമ്മത്തിൻ്റെ വിത്തുപാകുവാൻ അവസരം കിട്ടുവാൻ അനന്ത സാധ്യതയുള്ളൊരു ചെറുപ്പക്കാരൻ സ്ഥാനമോഹത്തിനു വേണ്ടി, ധനമോഹത്തിനു വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന ചുരച്ചെടിയുടെ ചൂട്ടിൽ കിടന്ന യൂദയെ നാം കാണുകയാണ്. യൂദയ്ക്കോടാമായിരുന്നു, എവിടേക്കായിരുന്നു? തമ്പുരാൻ്റെ കൽവറിയിലേക്കോടി തനിക്കൊരു വിടുതൽ ലഭിക്കാമായിരുന്നു. പക്ഷെ അവൻ ചുരച്ചെടിയുടെ ചൂട്ടിൽ കിടക്കുക. ഈ കിട്ടിയതും ഏറ്റിക്കൊണ്ട് അവസാനം അവനെ വലിച്ചെറിഞ്ഞിട്ട് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് പറയുന്നത് ഒരു ചുരച്ചെടിയുടെ അനുഭവമാണ്. അതിനെ അനുതാപത്തിൻ്റെ അനുഭവമാക്കുവാൻ ഏലിയാവിനെ പോലെ അവന് കഴിഞ്ഞില്ല. ബുദ്ധിപരമായ ജീവിതാനുഭവങ്ങളെ ഭക്തിയിലേക്ക് വഴിതിരിച്ചുവിടാൻ സാധിക്കുമോ? ബുദ്ധിപരമായ അനുഭവങ്ങളെ ഭക്തിയിലേക്ക് തിരിച്ചുവിടുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? പലപ്പോഴും ധനമോഹവും അധികാരമോഹവും ജഡത്തിൻ്റെ മോഹവും ഒക്കെ പ്രതിസന്ധികളിൽ നമുക്ക് പലപ്പോൾ വഴിതെറ്റിപ്പോകുന്ന, ശരിയായ മാർഗം കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ദുസ്ഥിതിയിലേക്ക് എത്തിക്കാറുണ്ട്. ബുദ്ധിപരമായ വഴി അത് ചുരച്ചെടിയുടെ അനുഭവങ്ങളാണ്. അതിനെ ഏലിയാവ് മാറ്റിയതുപോലെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ? ഈ പ്രഥമസന്ധിയിൽ ഏലിയാവ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നതാണ്. തൻ്റെ മുമ്പിൽ ഒരു ദുർബല നിമിഷത്തിൽ നിരാശയുടെ ജീവിക്കുന്നത് തന്നെ എന്തിന് എന്ന് വലിയ ചോദ്യചിഹ്നം ഉയർന്നപ്പോൾ, തൻ്റെ ബലഹീനതയിൽ താൻ ഷീൻ മരുഭൂമിയിലോടോടി ഈ ചുരച്ചെടിയുടെ ചൂട്ടിൽ കിടന്നപ്പോഴും അവൻ അതിനെ മനോഹരമായ അനുതാപത്തിൻ്റെ ഇടമാക്കി മാറ്റിയെടുക്കുകയാണ്. അനുതാപത്തിൻ്റെ ഇടമാക്കി മാറ്റിയെടുക്കുക. ദൈവശബ്ദത്തിന് അവൻ കാതോർക്കുക. ദൈവശബ്ദത്തിന് അവൻ കാതോർക്കുകയാണ്. നമുക്ക് ഈ സന്ധ്യയിൽ ദൈവശബ്ദത്തിന് കാതോർക്കുവാൻ സാധിക്കുമോ? ഞാൻ ഷിക്കാഗോയിൽ ശുശ്രൂഷിക്കുന്ന നടന്നൊരു സംഭവം ഓർക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ദാനിയേൽ തോമസ് അച്ഛനും ഷാജി തോമസിനും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ശുശ്രൂഷിച്ചത്. ഒരു എക്യൂബിനിക്കലിലെ 16 പള്ളികളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിലെ സീറോ മലബാർ പള്ളി വെച്ച് ആണ്ടുതോറും എല്ലാം വിശാലമായ പള്ളി അതായതുകൊണ്ട് കൺവെൻഷൻ നടക്കുക. ഒരു ടൈമിൽ എനിക്കും പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടായി 4 വർഷം ഉണ്ടായപ്പോൾ. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴൊരാളിനെ വന്ന് പരിചയപ്പെട്ടു. എൻ്റെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞ് ഒക്കത്തുണ്ട്. വാസ്തവത്തിൽ ആ അമ്മയും കുഞ്ഞിനെയും കൂടെ കാണുമ്പോഴേ അറിയാമത് കുഞ്ഞ് അമ്മയല്ലത് വല്യമ്മയാണെന്ന് മനസ്സിലായി. നാട്ടിൽ നിന്ന് വന്നതാണ്. ഒരു സാരിയൊക്കെ എടുത്ത് അതിൻ്റെ പുറത്ത് തണുപ്പ് മാറാന്നതിന് വേണ്ടി ഒരു മഫ്ലെയറും ഒക്കെ കഴുത്തിൽ ചുറ്റി ഒരു ജാക്കറ്റും ഒക്കെ ഇട്ട് അമ്മ വന്നിരിക്കുക. പ്രസംഗം കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് അച്ഛനോടൊന്ന് സംസാരിക്കാൻ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിൽ നിന്ന് എത്തിയതാണ്. അമ്മ സംസാരിച്ചു തുടങ്ങി. അമ്മ ചാലുകീറി മുഖത്തോട്ട് നോക്കിയാൽ അറിയാം ഒത്തിരി കരഞ്ഞിട്ടുള്ളൊരു അമ്മയാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടാൽ അറിയാം. അവർ വന്ന് സംസാരിക്കുക. അച്ഛൻ എൻ്റെ വലിയൊരു ജീവിതമാണ് എനിക്കുള്ളത്. എൻ്റെ ജീവിതം അച്ഛനൊന്ന് അറിയണം. നിങ്ങളൊക്കെ വല്ലയിടത്തുമൊക്കെ പോയി 2 വാക്ക് പറയുമ്പോൾ എൻ്റെ ജീവിതം കൂടെ ഒന്ന് ചേർത്ത് വയ്ക്കണം. അമ്മ പറയുക. അമ്മ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ മലബാറുകാരിയാണ്. വാസ്തവത്തിൽ മലബാറിൻ്റെ നാട്ടിലുള്ളത് ഒരു കൊച്ചു ഗ്രാമത്തിൽ, വളരെ പ്രയാസമുള്ളൊരു ഗ്രാമത്തിൽ 4-5 പെൺപിള്ളേരുള്ളൊരു 4 പെൺപിള്ളേരാണെന്ന് പറഞ്ഞു. 5 എണ്ണം ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി ജന്മത്തിൽ തന്നെ. ബാക്കി 4-5 പേരിലൊന്നാണെന്ന് പറയുമ്പോഴും 4 പേരെ ജീവനുള്ളൂ. അതിലെ മൂത്തമോളാണ് ഞാൻ. ഒരു നിവൃത്തിയില്ലാത്ത കുടുംബമാണ്. എൻ്റെ അപ്പനും അമ്മയും കണ്ണുനീരോടെ അത്യുധ്വാനം ചെയ്ത് രക്തം വിയർപ്പുള്ളിയാക്കിയാണ് ജീവിച്ചത്. അവർ ജീവിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചു. കല്യാണം കഴിപ്പിക്കാൻ എവിടെ കണ്ടുപിടിക്കുക? പണ്ടൊക്കെ കാരണവന്മാർ പോയി നോക്കിയിട്ട് ചെറുക്കനെ പോയി കണ്ടേച്ച് വന്ന് മോളോട് പറയും. പണ്ടൊക്കെ എങ്ങനെയാണ് പറയുന്നത്? എടീ, ഞാൻ ആ വീട്ടിൽ പോയി, വലിയ സ്വത്തും പ്രതാപമൊന്നുമില്ല, പക്ഷെ ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്, നിനക്ക് അധ്വാനിച്ച് തരും. ഇല്ലേ? പണ്ടൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്, അധ്വാനിച്ച് തരും. ഈ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ കണ്ടെത്തിയിട്ട് ചെന്നു. അവൾ സമ്മതിച്ചു. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പോഴത്താണെ പറയും വേറെ പണിയില്ലെന്നൊക്കെ, ഇല്ലേ? ഒന്ന് ചോദിച്ചു നോക്കിയാണ്ട് നിങ്ങളോടൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കും. ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയും, ഇല്ലേ? വഴി കിട്ടുന്നതിനൊന്നും ലൈസൻസ് ഇല്ല, നമുക്കറിയാമല്ലോ, അല്ലേ? ഒരു വാറണ്ടി ഇല്ല.
അതുകൊണ്ട് വഴിയിൽ നിന്ന് കണ്ടിരുന്നിട്ടില്ല. നല്ല ഷോറൂമിൽ ചെന്ന് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമൊക്കെ നമുക്കുണ്ട്, നല്ല ബ്രാൻഡഡ് ഐറ്റം. അതുകൊണ്ട് വഴിയിൽ നിന്നും കിട്ടിയാൽ ലൈസൻസ് ഇല്ല. ഇതിനെ ചെല്ലുമ്പോൾ വഴിയിലെ കച്ചവടം പിന്നെ കാണുകയില്ല. വളരെ സൂക്ഷ്മത വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ സ്കൂളിലെ അധ്യാപകൻ കൂടെ. കുറച്ച് 12 ടൗണിലാണ് താമസിക്കുന്നത്. എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്. റോഡിനോട് ചേർന്നുള്ള ഒരു പാരൽ വഴിയാണ് ഞാൻ താമസിക്കുന്നത്. അതിലൂടെ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചോടെ കല്യാണം കഴിച്ച പിള്ളേരാണോ, തോളെ കൈയൊക്കെ ഇട്ട് എത്ര ഭംഗിയായിട്ട് നടക്കുന്നത്. നമ്മൾ വിചാരിക്കും പള്ളിക്കൂടത്തിൽ ചെന്നാണ് അല്ലേ. വല്ലാത്ത ഗതികേടാണ്. ഞാൻ കുഞ്ഞുങ്ങളൊന്ന് നഷ്ടപ്പെട്ടു പോകാനിടയാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. വല്ലാത്തൊരു കാലം, കെട്ടകാലത്താണ് ഒരു കെട്ടകാലത്താണ് ജീവിക്കുന്നത്. ഈ വല്യമ്മയോട് പറഞ്ഞു, ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനാ. കൊച്ചു സമ്മതിച്ചു. പറയുക, അച്ഛാ കല്യാണം കഴിച്ചുകൊണ്ട് പോയി ആദ്യത്തെ രാത്രി പോലും ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയില്ല. ഈ മനുഷ്യൻ ആദ്യത്തെ ദിവസം തന്നെ എന്നോടൊപ്പം എൻ്റെ കിടക്ക പങ്കിടുമ്പോൾ മദ്യപിച്ച് ലക്കില്ലാത്തവനായിട്ടാണ് വന്നു. എന്നാലോചിച്ച് നോക്കി. അച്ഛാ ഞാൻ സഹിച്ചു. കാരണം ഏതെങ്കിലും കാരണവശാൽ അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ്. ഇറങ്ങി ഞാൻ 3 പെൺപിള്ളേർ പെരന്നിറഞ്ഞിരിക്കുന്ന അത്യധ്വാനം ചെയ്യുന്ന എൻ്റെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂട്ടാത്മഹത്യ നടക്കും. ഞാനതുകൊണ്ട് ഭയന്നു. സഹിക്കാമെന്ന് വിചാരിച്ചു. ഈ മനുഷ്യനോടൊപ്പം ജീവിച്ചു. കഷ്ടിച്ച് 2 വർഷം കറക്റ്റായില്ല. അതിന് മുമ്പ് 2 വർഷം, ഓരോ വർഷം ഇടവേളയിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. 2 പെൺപിള്ളേരാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. ഒരിക്കലും എൻ്റെ ദുഃഖവും സങ്കടം എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടില്ല. ഈ മനുഷ്യൻ വഴിയിൽ നിന്ന് കിടക്കുന്ന വഴക്ക് വിലയ്ക്ക് വാങ്ങിക്കുന്ന മനുഷ്യനാണ്. മദ്യപിച്ച് ലക്കും ലഗാനും ഇല്ലാതെ വരുന്ന മനുഷ്യനാണ്. എന്താ ചെയ്യും? ഒരു നിവൃത്തിയില്ല. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വെച്ചാൽ ഭയാനകമായൊരു കാഴ്ച എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ കാണാൻ വന്നു. ഒരു ദിവസം വൈകിട്ട് ലക്കും ലഗാനും ഇല്ലാതെ ഷർട്ടും കീറി പഠിച്ച് ചോര വരേണ്ട ഒരു കത്തിയായിട്ട് ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് കയറി വന്ന് സന്ധ്യയ്ക്ക്. എൻ്റെ കുഞ്ഞുങ്ങൾ അലറി വിളിച്ചുകൊണ്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്താ നിവൃത്തിയില്ല. അലറി വിളിച്ചുകൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചു. എന്താ ഞാൻ ചെയ്യേണ്ടത്? പറയുക, അച്ഛാ ഞാൻ ഒന്ന് ശ്വാസം വിടാൻ പോലും കഴിയാതെ കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, എന്താണെന്ന് പോലും ചോദിക്കേണ്ടി വന്നില്ല. പിന്നാലെ അതിലൂടെ പോലീസ് ജീപ്പ് തൻ്റെ വീടിൻ്റെ മുന്നിൽ നിർത്തുക. ഈ മനുഷ്യനെ വന്ന് പിടിച്ചിട്ട് കയ്യിൽ വിലങ്ങ് വയ്ക്കുക. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് അന്താളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന 2 ഓരോ വയസ്സിൻ്റെ വ്യത്യാസമുള്ള 2 പെൺകുഞ്ഞുങ്ങൾ. എന്താ ചെയ്യുക? ഈ മനുഷ്യൻ അറസ്റ്റ് അവിടെ എന്താ മനസ്സിലായേ? അവിടെ കത്തിക്കുത്തുണ്ടായി ഒരു മനുഷ്യൻ തൽക്ഷണം മരിച്ചു. ഒരുത്തൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. ചിലപ്പോൾ മരിക്കാൻ പോലും സാധ്യതയുണ്ട്. കൊലപാതകിയായ തൻ്റെ ഭർത്താവിനെ ഈ കുഞ്ഞുങ്ങൾ, കൊലപാതകിയായ അപ്പനെ തൻ്റെ കൺമുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കാഴ്ച വല്ലാത്ത ദുസ്ഥിതി. ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവൾ സമീപത്തുള്ള വീടുകളിൽ പോയി പാത്രം കഴുകി വീടും തൂത്ത് വൃത്തിയാക്കി പുരേടച്ചി പണിഞ്ഞ് അവളും അധ്വാനിച്ച ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത്. ഇനിയും തന്നെ ആരും വീട്ടിൽ കയറിയില്ല. വലിയ സങ്കടത്തോടെ, ദുഃഖത്തോടെ, നെടുവീർപ്പോടെ ഞാൻ കഴിഞ്ഞച്ച അവസാനം ഞാൻ തീരുമാനിച്ചു, എന്തിനാ ഇനി ജീവിക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനിയും ജീവിക്കുന്നില്ല. അവൾ തീരുമാനിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. അവൾ പോയി വിഷക്കുപ്പി വാങ്ങിച്ചു. വിഷക്കുപ്പിയുമായിട്ട് അവൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞുങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട ഡ്രസ്സ് കുളിപ്പിച്ചു, നല്ല ഭക്ഷണം അന്നത്തേക്ക് കൊടുത്തു. അവളും നന്നായിട്ട് കുളിച്ചു, വേഷമൊക്കെ മാറി. എന്നിട്ട് അവൾ തീരുമാനിച്ചു, രാത്രിയിലായത് കുടിക്കാം, അത്താഴം കഴിഞ്ഞിട്ട് കുടിക്കാം. കാരണം ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഓടി വന്ന് രക്ഷപ്പെടുത്താൻ ഒരു പഴുതും ഉണ്ടാവരുത്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് നിത്യമായൊരു ഉറക്കമുണ്ടാവണം. പോകുകയാണ്, ജീവിക്കുന്നില്ല ഇനി. അവൾ തീരുമാനിച്ചു. ഒരു കൊച്ചോലക്കുടിലാണ് വാസ്തവത്തിൽ. ഈ ഓലക്കുടിലിൻ്റെ സമീപത്ത് കുഞ്ഞുങ്ങളെയൊക്കെ പതിവില്ലാത്ത സ്നേഹം അവർക്ക് കൊടുത്തുകൊണ്ട്, അവരെ അനുഗ്രഹത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, നല്ല വസ്ത്രമൊക്കെ കൊടുത്തുകൊണ്ട്, അവളും നല്ലതായിട്ട് കുളിച്ചൊരുങ്ങി വസ്ത്രമൊക്കെ ധരിച്ച് കുപ്പിയെടുത്ത് വെച്ചു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അവൾ അവസാനം കുടിച്ചിട്ട് 3 പേരോട് ഒന്നിച്ച് കടന്നു പോവുക. ഓലക്കുടിലിൻ്റെ ചെറ്റക്കുടിലിൻ്റെ സമീപത്തായിട്ട് ക്രൂശിത രൂപം അവിടെ കിടന്നിരുന്നു. അവൾ ഒരു നിമിഷം ഈ കുഞ്ഞിനെ അനുഗ്രഹത്തോടെ ചേർത്ത് നിർത്തി 2 പേരുടെയും മൂർധാവിൽ ചുംബിച്ചു. അവസാന ചുംബനം കൊടുക്കുക. അവസാന ചുംബനം കൊടുത്തിട്ട് അവൾക്ക് നെടുവീർപ്പുകൊണ്ട് കണ്ണുനീരത്ത് അവസാനിപ്പിക്കാൻ വയ്യ, കരച്ചിൽ ഒതുക്കാൻ വയ്യിട്ട് അത് നിയന്ത്രിക്കാൻ വേണ്ടി മുകളിലോട്ട് നോക്കിയപ്പോൾ വല്ലാത്തൊരു അനക്കവും ശബ്ദവും, അരുത് എന്നൊരു ശബ്ദം. അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ തിരിഞ്ഞു നോക്കി, ആരെങ്കിലും വന്നതാണ്? ആരുമില്ല. ആ ഫോട്ടോയിൽ നിന്ന് അവളോട് സംസാരിക്കുന്ന പോലെ, ഒരുപക്ഷെ മോറിയ മലയിൽ അബ്രഹാം തൻ്റെ മകനായ ഇസാക്കിനെതിരെ വാളോങ്ങുമ്പോൾ അരുത്, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്നുള്ള ശബ്ദം കേട്ടെങ്കിൽ അവൾ കേൾക്കുന്നൊരു ശബ്ദം, അരുത് എന്നുള്ള ശബ്ദം. ചുറ്റുവട്ടം നോക്കുക, ഇല്ല. ആ പടം ഒന്ന് അനങ്ങുന്നത് മാത്രം അവൾ കണ്ടു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവൾ പറയുക,
അവൾ പറയുക, ആ കുപ്പി ഞാൻ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചു വെച്ചാ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി എൻ്റെ യേശുവിനോടൊരു വാക്ക് കൊടുത്തു, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതം ഹോമിക്കില്ല, എന്ത് ത്യാഗം സഹിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തും. എന്നെ കേൾക്കും ദൈവജനമേ, ചുരച്ചെടിയുടെ ചുവട്ടിൽ നിന്ന് ദൈവശബ്ദത്തിന് അവൾ കാതോർത്തു, ദൈവത്തിൻ്റെ ശബ്ദത്തിന് അവൾ കാതോർത്തു. അവസാനം ആ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർത്ത് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ മാറ്റം അവളുടെ ജീവിതത്തിലുണ്ടാകുകയാണ്. പറയുന്നു, അവളുടെ ജീവിതത്തിന് ഒരു ഗതി മാറ്റം ഉണ്ടാകുകയാണ്. ഒരു കത്തോലിക്കരുടെ കോൺവെന്റിലേക്ക് ഈ 2 കുഞ്ഞുങ്ങളെ അവർ ഏറ്റെടുത്തു. കുഞ്ഞുങ്ങളുടെ പൂർണ്ണമായ വളർച്ച ആരും അറിഞ്ഞില്ല. ഈ 2 കുഞ്ഞുങ്ങളുടെ പൂർണ്ണമായ ചുമതല, പഠനവും മറ്റു കാര്യങ്ങളെല്ലാം അവളെ ഏറ്റെടുത്തു. അവസാനം ഒരുപക്ഷെങ്കിൽ മോശയെ വളർത്താൻ മൊർദെഖായിയെ അല്ലെ, മോശയെ വളർത്താൻ ഇക്കബോദിനെ, മോശയുടെ അമ്മയെ തന്നെ, മോശയുടെ അമ്മയുടെ പേര് രാജകുമാരി, മോശയുടെ അമ്മയെ തന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ ഈ കുഞ്ഞിനെയും കോൺവെന്റിന്റെ ഒരു ജോലി തന്നെ ഈ അമ്മയ്ക്ക് അവിടെ കൊടുക്കുക. ഈ 2 കുഞ്ഞുങ്ങളെയും 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവരെ നേഴ്സിങ്ങിന് വിട്ട് അവരെ പഠിപ്പിച്ചു. 2 പേരും സമർത്ഥരായ വിദ്യാർത്ഥികളായി, സമർത്ഥര നേഴ്സുമാരായി. അവസാനം അവർ പരീക്ഷ എഴുതി. ഒരാൾക്ക് US ജോലി കിട്ടി, ഒരാൾ UAE പോയി. വാസ്തവത്തിൽ 2 പെൺപിള്ളേരെയും അവിടെ ചെന്നപ്പോൾ ഈ സുന്ദരിമാരായ 2 കുഞ്ഞുങ്ങളെയും അവർ കണ്ടു, പലരും കണ്ടു, പലരും പ്രപ്പോസലുകൾ വന്നു. അവസാനം കോൺവെന്റും ഈ അമ്മയുമായിട്ട് ആലോചിച്ചു. ഒരുത്തനെ കല്യാണം കഴിപ്പിച്ചു, അമേരിക്കയിൽ തന്നെ ചിക്കാഗോയിൽ താമസിക്കുന്നു, മറ്റൊരാൾ UAE താമസിക്കുന്നു. എത്ര മനോഹരമായ വിടുതൽ, എത്ര സുന്ദരമായ ജീവിതാനുഭവങ്ങൾ. അവസാനം അമേരിക്കയിലുള്ള കുഞ്ഞ് മകൾ ഡെലിവറിക്ക് വേണ്ടി അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന ഈ കുഞ്ഞിനെ കയ്യിൽ എടുത്തുകൊണ്ട് വന്നിട്ട് പറയുക, ദൈവം നടത്തിയ വിധങ്ങൾ ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കണം. ചെറിയ ചെറിയ നിസാര വിഷയങ്ങൾ വരുമ്പോൾ, ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ വല്ലാണ്ട് മനസ്സന്താളിച്ചുകൊണ്ട് ജീവിതം ഹോമിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എന്താ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ സ്ത്രീ ഒരുപക്ഷെ ജീവിതം ഹോമിക്കുവാൻ തീരുമാനിച്ചപ്പോഴും തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം ദൃഷ്ടി ഉയർത്തിയപ്പോൾ അവൻ തന്നോട് ഹൃദ്യമായിട്ട് ഇടപെടുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയുടെ വഴിയല്ല, ബുദ്ധിയുടെ വഴിയാണ് ആത്മഹത്യയുടെ വഴി, ബുദ്ധിയുടെ വഴിയാണ് ഒളിച്ചോട്ടത്തിൻ്റെ വഴി, ബുദ്ധിയുടെ വഴിയാണ് ഉന്മൂലനം ചെയ്യുന്ന വഴി. ദൈവത്തിൻ്റെ വഴി അതല്ല. അവൾ തിരഞ്ഞെടുത്തു. ഇന്ന് അവൾ പറയുക, എത്ര ഭാഗ്യമാണ്, ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ നാട്ടിലേ ഇല്ല, പകുതി കാലം കൊച്ചിൻ്റെ കൂടെ UAE മറ്റേതിൻ്റെ കൂടെ US ജീവിതമാണ്. ഒരുപക്ഷെ ജീവിതം പോലും ഒരിക്കലും പച്ചപിടിക്കില്ല എന്ന് ചിന്തിച്ചൊരു സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ദൈവം, മനുഷ്യ ബുദ്ധിയിൽ കണ്ടെത്തിയ വഴികളുടെ പരാജയവും അപജയവും മനസ്സിലാക്കിക്കൊണ്ട് ദൈവ വഴിയെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കണ്ട ഒരു സ്ത്രീ ഏലിയാവ് നമുക്ക് കാട്ടിത്തരുന്നതാണ്. ചുരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന മനുഷ്യൻ വേദവസിൽ പിന്നെ നമുക്ക് കാണുന്നതാണ്. ആ മനോഹരമായ വഴി തൻ്റെ മുമ്പിൽ സുന്ദരമായി തുറക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പിന്നീട് കാണുന്നുണ്ട്, ഏലിയാവിൻ്റെ മുമ്പിൽ കാണുന്നുണ്ട്. 7ാം വാക്യത്തിൽ അവിടെ സൂചിപ്പിക്കുകയാണ് ദൈവികമായ ഇടപെടൽ. മാലാഖ് വന്നിട്ട്, ദൂതൻ വന്നിട്ട് അവനെ തട്ടി ഉണർത്തിയിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? തട്ടി ഉണർത്തി ഉറപ്പിക്കുകയാണ്. ഉണർത്തിയിട്ട് അവന് കൊടുത്തു, വെള്ളം കുടിക്കാൻ കൊടുത്തു, കഴിക്കാനായിട്ട് അടയും കൊടുത്തു. എന്നിട്ട് പറയുക, നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കുവാനുണ്ട്. അവനെ കൊണ്ടുപോവുകയാണ്. 40 രാവും 40 പകലും നടന്ന് എവിടേക്കാണ് അവൻ പോകുന്നത്? ഹൊറേബോളം നടക്കുകയാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ. പൗരസ്ത്യാധ്യാത്മികതയുടെ കാതലായ മർമ്മം, ജീവിത വഴികൾ വഴിമുട്ടുന്നു എന്ന് കരുതുമ്പോൾ ദൈവം തുറന്നു തരുന്ന വഴിയിലൂടെ അനുഗ്രഹത്തോടെ അനുധാവനം ചെയ്യുവാൻ പൗരസ്ത്യ ആധ്യാത്മികതയുടെ കാതലായ 3 മർമ്മങ്ങളിലേക്ക് ഇവിടെ വിളിച്ചുകൊണ്ടുകയാണ്. വെള്ളവും അടയും കൊടുത്തു. 40 രാവും 40 പകലും നടന്നു എന്ന് സൂചിപ്പിക്കുന്നു. വളരെ പ്രതീകാത്മകമാണ്. എന്താണ്? തമ്പുരാൻ്റെ തിരുശരീരവും തിരുരക്തത്തിൻ്റെയും പ്രതീകമായിട്ടാണ് അപ്പവും ആടയും വെള്ളവും ആടയും നാം കാണുക. ഈ വെള്ളവും അടയും തിരുശരക്തങ്ങളായിട്ടാണ് നാം കാണുന്നത്. 40 ദിവസം രാവിലും പകലും നടക്കുന്നത് 40 നാളിലെ നൊമ്പനുഷ്ഠാനവും വൃതാനുഷ്ഠാനവും അനുതാപസൂചകമായുള്ള നടത്തിയുമാണ് കാണുന്നത്. അനുഗ്രഹത്തോടെ ഹൊറേബോളം. അതെ, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ആരോഗ്യ കാരണങ്ങളാവട്ടെ, സന്താനങ്ങളെക്കുറിച്ചാവട്ടെ, മക്കളില്ലാത്ത ദുഃഖങ്ങളാവട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആവട്ടെ, നിന്നെ ഒറ്റപ്പെടുത്തുന്ന വിഷയമാവട്ടെ, നിന്നെ എല്ലാവരാലും തിരസ്കരിക്കപ്പെടും തോന്നട്ടെ, നിന്റെ ആരോഗ്യം ഇല്ലാതെ പോകുന്നു തോന്നട്ടെ, നിനക്ക് ഇനി മുമ്പിൽ വഴികളില്ല എന്ന് തോന്നുന്ന ദുസ്ഥിതി ഉണ്ടാവട്ടെ, നിനക്ക് ദൈവം നടത്തുന്ന അനുഗ്രഹമായ വഴികളാണ്. തമ്പുരാൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ, അനുതാപത്തിൻ്റെ വഴിയിലൂടെ തമ്പുരാൻ കാട്ടിത്തരുന്ന സുന്ദരമായ വഴി ഇവിടെ തുറന്നു കൊടുക്കുക. ഏലിയാവിൻ്റെ മുമ്പിൽ ഏലിയാവ് പറയാം,
വെള്ളവും അടയും കൂടി കഴിച്ചുകൊണ്ട് 40 രാവും 40 പകലും നടന്ന് ഹൊറേബോളം സഞ്ചരിക്കുന്ന അനുഗ്രഹീതമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സുന്ദരമായ കാഴ്ചയാണ് കാണുന്നത്. അവിടെ പറയുന്നു, ആ എഴുന്നേറ്റ് തിന്നു കുടിച്ച ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിൻ്റെ പർവ്വതമായ ഹൊറേബോളം നടന്നു എന്ന് പറയുന്നു. കേവലം 222 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് 40 രാവും 40 പകലും എടുത്ത് നടക്കുക. നമുക്ക് ഈ ആത്മീയ വഴിയിലൂടെ ഈ പെരുന്നാൾ നമുക്ക് തരുന്ന സൂചകമത. സത്യാനുതാപത്തോടെ 19-ാം തീയതിയും 20-ാം തീയതിയും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിന്നെ മാലാഖ വന്ന് തട്ടി ഉണർത്തുക. മാലാഖയുടെ ജോലിയാണ് ഞങ്ങളുടെ ജോലി. സുവിശേഷ പ്രസംഗരുടെ ജോലി മാലാഖയുടെ ജോലി. തട്ടി ഉണർത്തുക മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് തട്ടി ഉണർത്തുക. നീ എന്തെങ്കിലും നിന്റെ ജഡഭോഗങ്ങൾക്ക് പിന്നാലെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അലസത കൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, സ്നേഹമില്ലായ്മയിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, സ്വാർത്ഥതയിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അമിതമായ മദ്യാസക്തിയിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അമിതമായ ഭോഗേച്ഛകളിൽ നീ രമിച്ചിട്ടുണ്ടെങ്കിൽ, വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നീ സഹോദര സ്നേഹമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ, ആലയത്തോടെ ഏതെങ്കിലും വിധത്തിൽ മറുതലിച്ച് നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ പെരുന്നാളിൽ നിന്നെ തട്ടി ഉണർത്തുവാൻ മാലാഖമാരുടെ ജോലിയുമായിട്ട് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. ഒന്നുടരണം, നിന്നെ തട്ടി ഉണർത്തുക. ഒന്നാമത് തട്ടി ഉണർത്തിയപ്പോൾ അവൻ വീണ്ടും കിടന്നുറങ്ങിയെങ്കിൽ വീണ്ടും മാലാഖ തട്ടി ഉണർത്തുക. തട്ടി ഉണർത്തിയിട്ട് അവന് ജലവെള്ളവും അടയും കൊടുത്തെങ്കിൽ തമ്പുരാൻ്റെ തിരുശക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിതയാത്ര മുമ്പോട്ട് നയിക്കാൻ സാധിക്കുമോ? ജീവിതയാത്ര മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കുമോ? ഇവിടെ മനോഹരമായ സുന്ദരമായ കാഴ്ചയാണ്. അവൻ ദൈവസന്നിധിയിലേക്ക് അനുഗ്രഹത്തോടെ ചെല്ലുകയാണ്. അനുഗ്രഹത്തോടെ ചെന്നത് എവിടെയാണ്? ഹൊറേബിലേക്കാണ്. അവിടെ ആരുണ്ട്? ഹൊറേബിലേക്ക് ചെല്ലുമ്പോൾ മനോഹരമായ വേദവസ്തുവിൽ സുന്ദരമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഹൊറേബിലെ മനോഹരമായ കാഴ്ചയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യം അവിടെ അനുഭവിച്ചറിയുക. ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുക. ആദ്യം വലിയൊരു കൊടുങ്കാറ്റ് പോലെ വന്നു. ഏലിയാവ് നോക്കി, എന്തെങ്കിലും അനക്കമുണ്ടോ? ഇല്ല. ദൈവം അതിലുണ്ടായിരുന്നില്ല. പിന്നീട് അവൻ കാണുന്നുണ്ട്, വലിയ ഭൂകമ്പമുണ്ടായി. ദൈവത്തിന് പ്രത്യക്ഷപ്പെട്ടെന്നാണ് കരുതിയത്. ഇല്ല, ഭൂകമ്പത്തിലുമില്ല. വലിയ അഗ്നിഗോളമുണ്ടായി. അവിടെയും നോക്കി, ഒന്നുമില്ല. പലപ്പോഴും ഇന്ന് ആത്മീയതയെ തെറ്റിദ്ധരിക്കുന്ന 3 ശൈലികളാണ്. വലിയ പാട്ടും മേളവും കൊഴുപ്പും ഒക്കെ ആയിട്ട്. അതാണോ ആത്മീയത? അതല്ല ആത്മീയത. ദൈവത്തെ അവിടെ തിരയേണ്ട നീ. പലപ്പോഴും ദൈവത്തെ തിരയാൻ ചെണ്ടയും മേളവും കൊട്ടും പാട്ടും ഒക്കെ ഉള്ളിടത്തേക്ക് ഓടാറുണ്ട്. ഇതല്ല പൗരസ്ത്യ ആധ്യാത്മികത. അതല്ല. വളരെ ശാന്തമായി ഏലിയാവ് വളരെ ശാന്തമായിരിക്കുക. ഏലിയാവും പ്രതീക്ഷിച്ചു. അഗ്നിയിൽ ദൈവത്തെ പ്രതീക്ഷിച്ചു, ഭൂകമ്പത്തിൽ ദൈവത്തെ പ്രതീക്ഷിച്ചു, കാറ്റിൽ ദൈവത്തെ പ്രതീക്ഷിച്ചു. അതൊക്കെ പഴയ ശൈലിയും രീതിയുമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ദൈവത്തെ കണ്ടില്ല. പിന്നെ എപ്പോഴാണ് കാണുന്നത്? ഒരു മൃദുസ്വരം. ഒരു മൃദുസ്വരം. ഹൊറേബിലൊരു മൃദുസ്വരം. അവിടെയാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെടുന്നത്. ആ ദൈവത്തിൻ്റെ ആലയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഹൊറേബിനെ ദൈവത്തിൻ്റെ ആലയമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ആലയം ഹൊറേബാണ്. കാരണം എന്ത്? ഏലിയാവിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ഇടമാണ് ഇത്. ഹൊറേബാ. ഇവിടെ മൃദുസ്വരം നിങ്ങൾ കേൾക്കാം. അവിടെ നിങ്ങൾ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ശബ്ദം കേൾക്കാതെ പോകുന്നത്. പല ദേവാലയങ്ങളുടെ പ്രശ്നം ഇവിടെ ഉണ്ടെന്നറിയില്ല. പല ദേവാലയങ്ങളിലും പല ഒച്ചപ്പാടുകൾക്കിടയിൽ ദൈവത്തിൻ്റെ മൃദുസ്വരത്തിന് സ്ഥാനമില്ലാതെ പോവുകയാണ്. ഇത് ഹൊറേബാ. ഇതിനെ പണിയണം. ഇത് ഹൊറേബാ. ദൈവത്തിൻ്റെ ഇടമാ. ദൈവം സംസാരിക്കുന്ന ഇടമാ. ദൈവം ഇറങ്ങി വരുന്ന ഇടമാ. അതുകൊണ്ടാണ് നമുക്ക് ദിനവൃത്താന്ത പുസ്തകം, 2-ാം ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ കയ്യിൽ വേദവസ്തുണ്ട്, പെട്ടെന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം ദിനവൃത്താന്ത പുസ്തകം, 2-ാം ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വായിച്ചോട്ടെ. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നേരെ എൻ്റെ കണ്ണ് തുറന്നിരിക്കും, എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. ഈ നാമം ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഇപ്പോൾ ഞാനിതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലാം ഇപ്പോഴും ഇവിടെ ഇരിക്കും. ഈ ആലയത്തിൻ്റെ പ്രത്യേകതയാണ്. ഹൊറേബിൽ ദൈവത്തിൻ്റെ കണ്ണു തുറന്ന ഇടമാണ്. ഹൊറേബ് ദൈവത്തിൻ്റെ ഹൃദയം തുറന്ന ഇടമാണ്. ഹൊറേബിൽ ദൈവം ഹൃദ്യമായി സംസാരിച്ച ഇടമാണ് നമ്മുടെ ആലയം. ആലയം അതിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആലയത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ഏതെങ്കിലും ആലയ നിർമ്മിതിക്ക് വേണ്ടി ബുദ്ധി കൊണ്ടോ അധ്വാനം കൊണ്ടോ പുരോഹിതൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന നിങ്ങൾ ഓർത്തിരിക്കണം. ഏത് ബലിപീഠത്തിൽ കയറിയാലും കാസായും പീലാസായും നെഞ്ചോട് ചേർത്ത് വെച്ച് ഓരോ പുരോഹിതനും, ഇനി ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോയാലും ഏത് പുരോഹിതൻ കടന്നു വന്നാലും അവിടെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഈ ആലയത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ധനം കൊണ്ടോ അധ്വാനം കൊണ്ടോ പരിശ്രമം കൊണ്ടോ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നീ അവരെ ഓർക്കണം. നീ പേരൊന്നും കൊടുക്കണ്ട, അവരെ ഓർക്കുക.
നീ അധ്വാനം, നിന്റെ പരിശ്രമം, നിന്റെ ഒരു നല്ല വാക്ക്, നിന്റെ പണം നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആലയത്തിന് വേണ്ടി നിന്റെ ജന്മകാലം കഴിഞ്ഞാലും ആ ബലിപീഠം നിന്നെ ഓർക്കും. എത്ര സുന്ദരം! കാരണം ദൈവത്തിൻ്റെ മന്ദിരമാണ് ആലയത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ ദൃഷ്ടി തുറന്നിരിക്കുന്ന, ചെവി തുറന്നിരിക്കുന്ന, കണ്ണു തുറന്നിരിക്കുന്ന, ഹൃദയം തുറന്നിരിക്കുന്ന ഇടമാണ് ആലയം. ആലയത്തിൻ്റെ കെട്ടുപണിക്കായിട്ട് നമ്മുടെ അധ്വാനം ഉണ്ടാവണം. ഞാൻ 2-3 ആലയത്തിൻ്റെ നിർമ്മിതിയിൽ ഷിക്കാഗോയിൽ മനോഹരമായൊരു ആലയം, അവിടുത്തെ 4 ബില്യൻ്റെ ആയിരുന്നു വാസ്തവത്തിൽ. അപ്പോഴാണ് പറഞ്ഞത്, അമേരിക്ക പറഞ്ഞ പള്ളി പണിഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പായിട്ട് തീരുക, ഒറ്റ കുടുംബം പോലും നഷ്ടപ്പെടാൻ അനുവദിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മറ്റൊന്നുമല്ല. അച്ഛനോട് പറയുന്നുള്ളൂ, പള്ളി പണിയുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളൂ. പള്ളി പണിയുമ്പോൾ ഇഷ്ടമില്ലാത്ത ആരാ അറിയാം, നമുക്കൊക്കെ അറിയാം ആരാത്. സാത്താന. പള്ളി പണിയാൻ ഇഷ്ടമില്ലാത്ത സാത്താന. അപ്പോൾ അവന് വന്ന് നേരിട്ട് പണിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ആരെയിലുമൊക്കെ പിടിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബങ്ങളോട് പറഞ്ഞതാ, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന, ദൈവമേ ആ സാത്താൻ എൻ്റെ കയ്യിൽ, എൻ്റെ മനസ്സിൽ കൂടോ എൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നു വരാൻ ഇടയാകും. എൻ്റെ കുടുംബത്തിൽ കൂടെ ആവരുത് സാത്താൻ ഒരു വഴി തുറന്നു കൊടുക്കുന്നത്. ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഒറ്റ കുടുംബം പോലും ഒരു മറുതലിപ്പും ഇല്ലാതെ, ഒരു പൈസയും ഇല്ലാതിരുന്ന കാലത്ത്, അമേരിക്ക പൈസ ഇല്ലെന്ന് ചോദിച്ചാൽ അതിനാവശ്യം ഉണ്ടായിരുന്നില്ല അന്ന്. കോടിക്കണക്കിന് കാശ്, 4 ബില്യൻ്റെയാണ്. ബില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. വലിയ മനോഹരമായൊരു ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, ആലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അത് ഹൊറേബ, ഏലിയാവിൻ്റെ ഇടമാണ്. ഏലിയാവിന് ദൈവദർശനം കിട്ടിയ ഇടമാണ്. ഏലിയാവിനോട് ഹൃദ്യമായി ദൈവം സംസാരിച്ച ഇടമാണ്. ആ മനോഹരമായ ആലയത്തിൽ മനോഹരമാക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഏൽപ്പിക്കുക. അത് ഈ തലമുറയുടെ ഭാഗ്യമാണ്. നാം മൺമറഞ്ഞു പോയാലും ഈ ബലിപീഠം നമ്മെ അനുസ്മരിക്കുക, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ആലയത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഇടമാണ്. തിരുശക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഹൊറേബോളം നടന്ന ദൈവത്തിൻ്റെ മൃദുസ്വരം കേൾക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തതാണ് ഏലിയാവ്. ആ ഏലിയാവ് വസിക്കുന്ന ഇടത്ത്, ആ ഹൊറേബിൽ അനുഗ്രഹത്തോടെ ഏലിയാവിനോട് സംസാരിച്ചു, നിന്റെ ദൗത്യം ഇതാ, നിന്റെ പിൻഗാമിയെ നീ കണ്ടെത്തണം, അവിടെ പ്രവാചകൻ ശിഷ്യനായിട്ട് നിന്റെ എലീശയെ തിരഞ്ഞെടുക്കണം. ഇതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക, തൻ്റെ ദൗത്യത്തെ അറിയിക്കുക. അതെ, നിന്റെ ജീവിതത്തിൻ്റെ ദൗത്യം അറിയുന്ന ഇടമാണ് ആലയം. നിന്റെ ജീവിതത്തിൻ്റെ ഭാവി അറിയുന്ന ഇടമാണ്. നീ മുമ്പോട്ട് എങ്ങനെ പ്രയാണം ചെയ്യണമെന്ന് കൃത്യമായി അറിയിക്കുന്ന ഇടമാണ്. അത് ബുദ്ധിയിൽ നിന്നുള്ള കണ്ടെത്തേണ്ടത്. അത് വക്കീലിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചല്ല, കൗൺസിലറെ കണ്ടല്ല, നീ എവിടെയും പോണ്ട. ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത വിഷയങ്ങൾക്കും പരിഹാരം കിട്ടുന്നൊരിടമാണ് ആലയം. അത് കേവലം ഞായറാഴ്ച 1 മണിക്കൂറോ 2 മണിക്കൂറോ വന്ന് ആരാധിച്ചിട്ട് പടമടക്കി പോകുന്ന ഇടമല്ല. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ആലയം അടച്ചിടരുത്. ആരുമില്ലാത്ത സമയങ്ങളിൽ വരിക. നിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ, നിന്റെ കുഞ്ഞാദ്യം സ്കൂളിലേക്ക് പോകുമ്പോൾ, നിന്റെ ജീവിതത്തിൻ്റെ എന്ത് പ്രയാസങ്ങളുള്ളപ്പോൾ അവിടെ ഒന്ന് വന്ന് മുട്ടി വിളിച്ചോട്ട് ദൈവം മരുഭൂമിയിൽ അനുഗ്രഹത്തോടെ ഏലിയാവിന് ഹൊറേബിൽ ഇടപെട്ടതുപോലെ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. മൃദുസ്വരത്തിൽ നിന്നോട് സംസാരിക്കും. നിന്റെ കാതിൽ മന്ത്രിക്കും. ആ സ്ത്രീ നിലവിളിയോടെ ജീവിതം ഹോമിക്കുവാൻ ശ്രമിച്ചപ്പോഴും കൽവറിയിലേക്ക്, ആ ഫോട്ടോയിലേക്ക് മാത്രം നോക്കിയതേ ഉള്ളൂ. അവളുടെ ജീവിതത്തെ തമ്പുരാൻ മാറ്റിമറിച്ചുവെന്ന് അവൾ തൻ്റെ ജീവനോടെ സാക്ഷിക്കുമ്പോൾ, ഞാൻ ആ സ്ത്രീയുടെ പറഞ്ഞു നിർത്തിയില്ല. ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വാസ്തവത്തിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വീട്ടിലൊരു ന്യൂസ് വന്നു, ഈ മനുഷ്യൻ ഈ സെൻട്രൽ ജയിലിൽ വെച്ച് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. അത് വാസ്തവത്തിൽ ഒരു പരിധിവരെ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിനൊരു വഴിത്തിരി കൂടിയായിരുന്നു. ഒരുപക്ഷെ കൊലപാതകയായ മനുഷ്യൻ ഈ കുഞ്ഞുങ്ങളുടെ അപ്പനാണെന്ന് പറയാതിരിപ്പാൻ, ഈ കൊലപാതകയാണ് എൻ്റെ ഭർത്താവെന്ന് പറയാൻ അവൾക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അങ്ങനെ ആ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിച്ചോട്ടെ എന്നുള്ള ചിന്തയിൽ പോലും വരേണ്ടി വന്നു. അത് അങ്ങനെ പറഞ്ഞ് അവൾ നിർത്തിയത്. ഞാൻ പറഞ്ഞത്, ഒരിപ്പോൾ തെറ്റുകളിലും പെട്ടുപോകുമ്പോൾ അതിന് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിച്ചോട്ടെ. നിന്നെ ദൈവം വിടുതൽ തരുന്ന ദൈവം, നിരാശയിലേക്ക് പോകാനിട്ടിടയാവരും. നിന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ഹൊറേബിൽ ദൈവം ഹൃദ്യമായി സംസാരിച്ചെങ്കിൽ ആലയം ദൈവം സംസാരിക്കുന്ന ഇടമാണ്. അതിനുവേണ്ടി നിനക്ക് വെള്ളവും അടയുമായിട്ട് ഓരോ ഞായറാഴ്ചയും ഏലിയാവിനെ അനുഗ്രഹത്തോടെ തട്ടിയുണർത്തിയ ദൂതം വന്ന് തട്ടിയുണർത്തുക. പക്ഷെ ആരും അങ്ങോട്ട് വരുന്നില്ല തിന്നാനും കുടിക്കാനും. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന എത്ര ആളുകളാണ്. ഒരുക്കത്തോടെ ആവാവുള്ളൂ. അല്ലാണ്ട് ചെന്ന് വാ വിളിക്കാൻ എല്ലാവരും പോകുന്നു ഞാനും പോകാം, ഇല്ല, ഉണ്ടാവരുത്. അതങ്ങനെ ഉണ്ടാവരുത്. പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 27 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്താൽ. അല്ലാഞ്ഞാൽ അതിന് വരുന്ന പരിണിത ഫലത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടാ നിത്യരോഗികളായിട്ട് തീരുന്നു, ജീവൻ പോലും നഷ്ടപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി ഏലിയാവിനെ ശക്തനാക്കിയ ദൈവം, ഏലിയാവിന് അനുഗ്രഹത്തിൻ്റെ വഴിത്താർ തുറന്നു കൊടുത്ത ദൈവം, ഏലിയാവിനോട് ഹൃദ്യമായി സംസാരിച്ച ദൈവം,
ഏലിയാവിൻ്റെ ദർശനം, ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൻ്റെ കൃത്യമായ വഴിത്താരകൾ വിസ്താരത്തിൽ തുറന്നു കൊടുത്തു. തൻ്റെ ദൗത്യത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത ദൈവം ഇന്നും നമ്മളോട് ഇടപെടുകയാണ്. എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഈ പെരുന്നാൾ നാം കടന്നു വരുമ്പോൾ നമുക്ക് ഭയം മാറി, നിരാശ മാറി, ആത്മവിശ്വാസത്തോടെ ഒരാലയ കേന്ദ്രീകൃതമായ ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കുമോ? ഒരാലയ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ സാധിക്കുമോ? ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏലിയാവിൻ്റെ ശൈലി മാറുകയാണ്. ഒരുപക്ഷെ ഭീരുവായി ഷീൻ മരുഭൂമിയിലൂടെ ചുരച്ചൊടിയുടെ ചോട്ടിൽ മരിച്ചാൽ കൊള്ളാവെന്ന് ചിന്തിച്ചവൻ മടങ്ങി വരുന്നത് കേമമാക്കി രണ്ടാമത്തെ വരവ്, തൻ്റെ രണ്ടാം വരവ് മടങ്ങി വരികയാണ്. വാസ്തവത്തിൽ മടങ്ങി വന്നിട്ട് ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ ചെല്ലുക. എത്ര ഭീരുവെന്ന് കരുതിയവൻ ധീരുവായി ധൈര്യശാലിയായിട്ട് കടന്നു വരിക. ഏലിയാവിനോട് ചെന്ന് പറഞ്ഞു, നീയും നിന്റെ പിതൃഭവനവുമാണ് ഈ ഇസ്രായേലിൻ്റെ അപജയത്തിനും നാശത്തിനും കാരണമെന്ന് പറയാൻ ചങ്കൂറ്റം കാട്ടുക. ഏലിയാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയുക, അത്ര ധൈര്യശാലിയായി. കാരണം തമ്പുരാൻ്റെ ആലയത്തിൽ മൃദുസ്വരത്തോടുകൂടി തമ്പുരാൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവനിൽ തട്ടിയുണർത്തി കൊടുത്ത വെള്ളവും അടയും കഴിച്ചു കഴിഞ്ഞപ്പോൾ ആത്മനിറവോടും ശക്തിയോടും കൂടി ഏലിയാവ് കടന്നു വന്നുകൊണ്ട് ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പറയുക, നീയും നിന്റെ പിതൃഭവനവുമാണ് ഇസ്രായേലിൻ്റെ അപജയത്തിന് കാരണമെന്ന് പറയാൻ ചങ്കൂറ്റം കാട്ടി. അവളുടെ ഭാര്യ ഇസബേലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ അഹങ്കരിക്കുന്ന ഈ സൗന്ദര്യധാമമുണ്ടല്ലോ, കുറുനരികൾ നിന്റെ ചോര നക്കി കുടിക്കും. പ്രവാചകൻ പറയുക, എത്ര ധൈര്യമാണ്! കൊന്നു കളഞ്ഞോട്ടെ. കാരണം തനിക്ക് ധൈര്യം പകർന്നത് ദൈവമാണ്. നിരാശയുടെ പതനത്തിൽ നിന്നും ഗർത്തത്തിൽ നിന്നും ചുരച്ചൊടിയുടെ ചോട്ടിൽ നിന്നും ദൈവം എന്നെ ശക്തീകരിച്ച് ഉണർത്തി എന്നുള്ള ബോധ്യമാണ്. അവൾ പറയുക, വേദപുസ്തകവും ചരിത്രവും ചേർത്ത് വയ്ക്കുമ്പോൾ പറയുന്നു, കേവലം 2 ദശകങ്ങൾ പിന്നിട്ടില്ല, വലിയ ആഭ്യന്തര കലാപമുണ്ടായി. അവിടെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ രാജാവ് കൊല്ലപ്പെട്ടു. കൊട്ടാരത്തിൻ്റെ 2ാം നിലയിലെ മാളിക മുറിയിൽ നിന്ന് അവൾ വെളിയിലേക്ക് എടുത്തെറിയപ്പെട്ടു. നിലത്ത് രക്തത്തിൽ വാർന്നു കിടന്ന ഇസബേലിനെ വന്ന് കുറുനരികൾ രക്തം നക്കി തുടച്ചു എന്ന് പറഞ്ഞുവോ? പ്രവചനം എത്ര അക്ഷരാർത്ഥത്തിൽ അർത്ഥപൂർണമായിട്ടും അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായിട്ട് തീരുകയാണ്. അത്ര ധൈര്യശാലി ഒരു പ്രവാചകനെയാണ് പിന്നീട് നാം കാണുന്നത്. ദൈവം ഇടപെട്ടപ്പോൾ ഭീരുവെന്ന് മനുഷ്യൻ ചിന്തിച്ചെങ്കിൽ ധീരമായി ധൈര്യശാലിയായി തൻ്റെ ലക്ഷ്യവും ദൗത്യവും തിരിച്ചറിവോടുകൂടി അനുഗ്രഹത്തോടെ വരിക. 3 കാരണങ്ങളാണ്. തമ്പുരാൻ്റെ തിരുശക്തവും തിരുരക്തവും അതിന് മുൻകുറിയായി വെള്ളവും അടയും കഴിച്ചുകൊണ്ട് 40 രാവും 40 പകലും ഹൊറേബോളം നടന്നുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ മൃദു ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് തൻ്റെ ദൗത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മടങ്ങി വരുന്ന അനുഗ്രഹകരമായ കാഴ്ചയാണ്. ദൈവിക ശക്തി ലഭിച്ച പ്രവാചകൻ ശക്തനായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. ഞാൻ വാക്കുകൾ നിർത്തുക. എല്ലായിടവും നിരാശയും ഭയപ്പാടും ഗ്രസിച്ച ചുരച്ചൊടിയുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഏലിയാവിൻ്റെ അവസ്ഥയിൽ ഇന്ന് പലപ്പോഴും മനുഷ്യൻ, ഞാനും നിങ്ങളുമൊക്കെ അതിനെ ഏലിയാവ് തന്നെ മനോഹരമായി വഴി തുറന്നു തരിക. അതിനെ നിനക്ക് അനുതാപത്തിൻ്റെ ഒരു ഭാവമാക്കി മാറ്റാൻ സാധിക്കുമോ? അനുതാപത്തിൻ്റെ ഇടമാക്കി മാറ്റാൻ സാധിക്കുമോ? ഈ കൺവെൻഷൻ അനുതാപത്തിൻ്റെ ഇടമാകണം. കാരണം ഹൊറേബിലേക്ക് ചെല്ലണം. ഇവിടുന്ന് നമുക്ക് യാത്ര ആലയത്തിലേക്ക്, ഹൊറേബിലേക്കാണ്. അവിടെ ഹൃദ്യമായി നിന്നോട് സംസാരിക്കും. അവിടെ നിനക്ക് വെള്ളവും അടയും തരും, നിന്നെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, നിനക്ക് ധൈര്യം പകരുന്നിരുന്നു. വിജയശ്രീലാളിത ആരുടെയും മുമ്പിൽ നിന്ദയ്ക്കോ ലജ്ജയ്ക്കോ പരിഹാസത്തിനോ പാത്രമാകാതെ നിന്നെ നിവർത്തി നിർത്തുന്ന, നിന്റെ പ്രവാചക ദൗത്യം ഏലിയാവിനെ പോലെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ഒരു അനുഗ്രഹീത അനുഭവം. പിന്നീട് ഏലിയാവിനെ നാം കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് അഗ്നിത്തേരിൽ ഏലിയാവ് എടുക്കപ്പെടുക. അഗ്നിത്തേരിൽ എടുക്കപ്പെടുന്ന ഏലിയാവിനെ കാണുന്നത്. മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ് 2 പേരേ ഉള്ളൂ മരണം കാണാതെ എടുക്കപ്പെട്ടത്. ആരൊക്കെയാണ് മരണം കാണാതെ എടുക്കപ്പെട്ടത്? ഹാനോക്കും ഏലിയാവും അഗ്നിത്തേരിൽ എടുക്കപ്പെടുകയാണ്. ഈ ഏലിയാവിനെ നാം വീണ്ടും കാണുന്നുണ്ട്. തമ്പുരാനോടൊപ്പം ഏത് പർവ്വതത്തിലാണ് കണ്ടത്? യേശുക്രിസ്തുവിനോടൊപ്പം ഏലിയാവിനെ കാണുന്നുണ്ട്. തൻ്റെ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പത്രോസും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ക്രിസ്തു ഏത് പർവ്വതത്തിലേക്കാണ് പോയത്? താബോറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 2 പേരും ഇടത്തും വലത്തും കാണുന്നു. ആരൊക്കെയാണ്? മോസസ് ആൻഡ് എലൈജ. ഏലിയാവും മോശയെ കാണുകയാണ്. ഏലിയാവിനെ കാണുകയാണ്, ക്രിസ്തുവിനോടൊപ്പം കാണുക. ഒരുപക്ഷെ നിരാശപ്പെട്ടുകൊണ്ട് ആ ചുരച്ചോടെ ചുവട്ടിൽ ജീവൻ അവസാനിച്ചിരുന്നെങ്കിൽ തനിക്ക് ലഭ്യമാകാവുന്ന എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നഷ്ടമായി പോകുമായിരുന്നു. അവിടെ ഏലിയാവ് തിരിച്ചറിഞ്ഞു, മനുഷ്യൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ ദൈവം അവസരം തരുമ്പോൾ ആ തിരുത്തുവാനുള്ള മനസ്സുണ്ടോ? ചുരച്ചൊടിയുടെ ചൂടുകളെ അനുതാപത്തിൻ്റെ ഇടങ്ങളാക്കി മാറ്റിക്കൊണ്ട് ദൈവം കാട്ടുന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വിജയശ്രീലാളിതനായി തമ്പുരാൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന മനോഹരമായ ദൃശ്യം നമുക്ക് താബോറിൻ്റെ ഔന്നത്യത്തിൽ കാണുന്നെങ്കിൽ ഈ പെരുന്നാൾ നമ്മുടെ മുമ്പിൽ തരുന്ന ദൃശ്യം അതാ. തമ്പുരാൻ തന്നെ വിളിക്കുക,
ആ വിളിക്ക് കാതോർക്കുവാനായിട്ട് സാധിക്കുമോ? അപജയങ്ങളിലേക്ക് നിന്നെ വലിച്ചിഴയ്ക്കുന്ന ഒരു അനുഭവത്തിലല്ല, ആ ചുരച്ചെടിയുടെ അനുഭവമല്ല. നമുക്കൊക്കെ ചെറിയ ചുരച്ചെടികളുണ്ട്. ഒരുപക്ഷെ താൽക്കാലിക ഭോഗസുഖങ്ങൾക്കൊക്കെ പിന്നാലെയൊക്കെ പരക്കം പാഞ്ഞ് വല്ലാണ്ട് മയങ്ങി ഉറങ്ങുന്ന അനുഭവങ്ങൾ നമുക്കൊക്കെയുണ്ട്. അത് വിട്ടുണർന്നുകൊണ്ട് നമുക്ക് തമ്പുരാൻ കാട്ടുന്ന വിജയത്തിൻ്റെ വഴികളിലേക്ക് പ്രയാണം ചെയ്യാൻ സാധിക്കുമോ? ഈ കൺവെൻഷൻ്റെ പരമമായ ലക്ഷ്യം അതാണ്. ഈ പെരുന്നാളിൻ്റെ പരമമായ ലക്ഷ്യം അതാ. ഏലിയാവ് ഈ സന്ധ്യയിൽ നമുക്ക് കാട്ടിത്തരുന്ന വഴി അതാ. നിന്റെ വിജയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, നീ സ്വപ്നം കാണുന്നതിനപ്പുറം നിന്നെ നടത്തുന്നൊരു ദൈവം. അനുഗ്രഹത്തോടെ താബോറിൽ വളരെ മനോഹരമായി തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ പ്രവാചകൻ്റെ സുന്ദരമായ സ്വരൂപം നമുക്ക് ദർശിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അവൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിലെ കേവലം പ്രവാചകനല്ല, മഹത്വത്തിലിരിക്കുന്ന ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഏലിയാവ. അതുകൊണ്ട് ഏലിയാവിനെ ഏറെ ഭയപ്പെടണം. ഒരുപക്ഷെ നീ ഏലിയാവിനെ നിന്ദിച്ചാൽ അത് ക്രിസ്തുവിൻ്റെ സമീപത്താണ് അവൻ ഇരിക്കുന്നത്. അവൻ്റെ സ്വാധീനം എനിക്ക് ദോഷമായിട്ട് വരും. അതുകൊണ്ട് ഒരിക്കലും ഏലിയാവ് സങ്കടപ്പെടാൻ ഇടയാവരും. ഏലിയാ പ്രവാചകനെ ദുഃഖിപ്പിക്കുവാനായിട്ട് ഇടയാവരും. ഏലിയാവിൻ്റെ മധ്യസ്ഥത ഉള്ള ഇടവക. ഏലിയാവിന് ഒരു നല്ല ഹൊറേബ് ഉണ്ടാക്കി കൊടുക്കണം. ദൈവസംസർഗത്തിൻ്റെ ഇടം നമുക്ക് മനോഹരമാക്കി കൊടുക്കണം. ഒരാലയത്തിൻ്റെ കെട്ടുപണിക്ക് ഭാഗമാകുവാൻ ഈ തലമുറയെ ആക്കിയിരിക്കുക. നമുക്ക് അവന് വേണ്ടി ഒരുക്കുവാൻ പെടുവാൻ എന്നൊക്കെ ഇടയാവണം. ആ ദൈവകൃപ നമുക്ക് അനുഭവിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട ഏലിയാവ് തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കും അതിനപ്പുറം ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്ത് തേജസ്കരണത്തിന് സാക്ഷിയായി നിൽപ്പാൻ, തൻ്റെ അനുഗ്രഹകരമായ തേജസ്കരണത്തിൻ്റെ ഭാഗമായി തീരുവാൻ തമ്പുരാൻ ഭാഗ്യം കൊടുത്തെങ്കിൽ ക്രിസ്തുവിൻ്റെ വലത്തുഭാഗത്ത് നിത്യമധ്യസ്ഥനായി അവനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്ന പ്രവാചകനെയാണ് ഈ കൊറ്റമ്പള്ളിക്ക് ദൈവം തന്നിരിക്കുന്നത്. ജാതിമത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആശ്രയകേന്ദ്രമായിരിക്കുന്ന ഈ ഇടം, അതെ, തീർച്ചയായിട്ടും വിധവകൾക്ക് സംരക്ഷണത്തിൻ്റെ ഇടം, അതെ, രോഗികൾക്ക് സൗഖ്യത്തിൻ്റെ ഇടം, പ്രകൃതിക്ഷോഭത്തിലുള്ള വിടുതലിൻ്റെ ഇടം, എല്ലാ അത്ഭുതങ്ങളുടെ ഇടമാണ് ഏലിയാവിൻ്റെ മാധ്യസ്ഥമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏലിയാവിൻ്റെ അനുഗ്രഹീതമായ വഴിത്താരകളിലൂടെ ചുരച്ചെടി തണലുകൾക്കപ്പുറമായി, അതിനപ്പുറമായി ദൈവമൊരുക്കുന്ന മനോഹരമായ വിജയത്തിൻ്റെ വഴിത്താരകളിലൂടെ, അതെ, പൗരസ്ത്യ ഓർത്തഡോക്സിയുടെ അനുഗ്രഹീത കൗദാശിക മർമ്മങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് പ്രയാണം ചെയ്ത് ജീവിത ലക്ഷ്യപ്രാപ്തിയിലെത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധ റൂഹ മൂലം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയ സഹോദരൻ എനിക്കായിട്ട് ഈ സന്ധിയിൽ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഏലിയാവിൻ്റെ മാധ്യസ്ഥം അടിയനും യാത്രയിലും പോക്കിലും വരവിലുമൊക്കെ കാവലും കോട്ടയുമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ സാഹൂതം ശ്രദ്ധയോടുകൂടി എന്നെ ചെവി തന്നതിനോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും